Hi all. അപ്പോൾ നമ്മൾ ഹയർ പർച്ചേസ് സെക്കൻഡിൻ്റെ ബാക്കി നോക്കുകയാണ്. ഇൻസ്റ്റാൾമെൻറ്റ് പേയ്മെൻറ്റ് സിസ്റ്റം. Okay. Installment payment system, also called the deferred installment, is a system where the buyer is given the ownership as well as the possession of the goods right at the time of signing the contract. അപ്പം ഹയറിങ്ങിൽ നമ്മൾ കണ്ടത്, അതായത് ഹയർ പർച്ചേസ് സിസ്റ്റത്തിൽ നമ്മൾ കണ്ടത്, ഒരു ബയർ ആദ്യം നമ്മൾ എഗ്രിമെൻറ്റ് തയ്യാറാക്കും, അതിൻ്റെ ഇത്ര ഇൻസ്റ്റാൾമെൻറ്റ് നമ്മൾ പറയും, ആ ഇൻസ്റ്റാൾമെൻറ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ, ഓണർഷിപ്പ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യത്തുള്ളൂ. പക്ഷേ ഇൻസ്റ്റാൾമെൻറ്റ് പേയ്മെൻറ്റ് സിസ്റ്റത്തിൽ അങ്ങനെയല്ല. ഇൻസ്റ്റാൾമെൻറ്റ് പേയ്മെൻറ്റ് സിസ്റ്റത്തിൽ നമ്മൾ ആ എഗ്രിമെൻറ്റ് എഴുതുന്ന ആ ടൈമിൽ തന്നെ ബയ്യർക്ക് എന്ത് ചെയ്യും, നമ്മൾ ആ ഓണർഷിപ്പും അതുപോലെ തന്നെ പൊസിഷനും, അതായത് ആ ഗുഡ്സ് കൊണ്ടുപോയിക്കോളാനുള്ള റൈറ്റ്സും നമ്മൾ പാസ് ചെയ്യും. ഓക്കെ ആണോ? അപ്പോൾ അതാണ് ഇൻസ്റ്റാൾമെൻറ്റ് പേയ്മെൻറ്റ് സിസ്റ്റം. ദ ബയർ ഹാസ് ദി ഫെസിലിറ്റി ടു പേ ദ പ്രൈസ് ഇൻ ഇൻസ്റ്റാൾമെൻറ്റ്സ്. ഇൻസ്റ്റാൾമെൻറ്റായിട്ട് അടച്ചു തീർത്താൽ മതി, പക്ഷേ ഓണർഷിപ്പ് നമ്മൾ ഫസ്റ്റിലെ തന്നെ ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ. ദ ഫീച്ചേഴ്സ് ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ് പേയ്മെൻറ്റ് സിസ്റ്റം ആർ ആസ് ഫോളോസ്. ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് ആൻ ഔട്ട്റൈറ്റ് സെയിൽ, അതായത് നേരിട്ടുള്ള വിൽപ്പനയാണ് ഈ ഇൻസ്റ്റാൾമെൻറ്റ് പേയ്മെൻറ്റ് സിസ്റ്റത്തിൽ നടക്കുന്നത്. സെക്കൻഡ്, ദ പൊസിഷൻ ആസ് വെൽ ആസ് ദി ഓണർഷിപ്പ് ഇസ് പാസ്ഡ് ടു ദ ബയർ. അതറിയാതെ നമ്മൾ അത് കോൺട്രാക്റ്റ് സൈൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഓണർഷിപ്പും പൊസിഷനും ട്രാൻസ്ഫർ ആവും. ദ ബയർ ക്യാൻ മേക്ക് ദ പേയ്മെൻറ്റ് ഇൻ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് പേയ്മെൻറ്റ് ചെയ്യാം. ഇൻ കേസ് ഓഫ് ഡിഫോൾട്ട് ഇൻ പേയ്മെൻറ്റ് ദ സെല്ലർ കനോട്ട് റീപൊസസ് ദ ഗുഡ്സ്. അതായത് ഈ നമ്മുടെ ഇൻസ്റ്റാൾമെൻറ്റിൽ ഇൻസ്റ്റാൾമെൻറ്റ് പേയ്മെൻറ്റിൽ ഡിഫോൾട്ട് വരുത്തുകയാണെങ്കിൽ ഹയർ പർച്ചേസ് സിസ്റ്റത്തിൽ എങ്ങനെയാണ്, ഡിഫോൾട്ട് വരുത്തുകയാണെങ്കിൽ മറ്റേ ഓണർക്ക് ആ അസറ്റ് പിടിച്ചെടുക്കാൻ സീസ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ബട്ട് ഇൻ കേസ് ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ് പേയ്മെൻറ്റ് സിസ്റ്റം ദ സെല്ലർ കനോട്ട് റീപർച്ചേസ് ദ ഗുഡ്സ്. അതായത് പേയ്മെൻറ്റ് ഡിഫോൾട്ട് വരുത്തുകയാണെങ്കിൽ സെല്ലർക്ക് ഒരിക്കലും ആ ഒരു ഗുഡ്സ് തിരിച്ചു കൊണ്ടുപോകാനായിട്ടുള്ള റൈറ്റ് ഇല്ല. ദ എമൗണ്ട് പെയ്ഡ് അപ് ടു ദ ഡിഫോൾട്ട് ഇസ് നോട്ട് ഫോർഫീറ്റഡ് ആൻഡ് ദ സെല്ലർ ക്യാൻ യൂസ് ദ ബയർ ഫോർ ദി എമൗണ്ട് ഡ്യൂ. അതായത് ഒരിക്കലും നമ്മൾ അടച്ച പൈസ ഡിഫോൾട്ട് വരുത്തിയെന്ന് കരുതിയിട്ട് അടച്ച പൈസ ഒന്നും അയക്ക് ഇതായി പോകത്തില്ല. ബാക്കി എമൗണ്ട് ഡ്യൂ ആയത് നമുക്ക് കേസ് കൊടുത്ത് തിരിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അല്ലാതെ ഒരിക്കലും അതിനകത്ത് ബാക്കി പൈസ അടച്ചത്രയും പൈസ നഷ്ടമാവുക അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞത്. പിന്നെ ഹയർ പർച്ചേസ് സിസ്റ്റവും ഇൻസ്റ്റാൾമെൻറ്റ് പേയ്മെൻറ്റ് സിസ്റ്റവും തമ്മിലുള്ള ചെറിയ ഡിഫറൻസ് കൊടുത്തിട്ടുണ്ട്. അത് ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് തന്നെ മനസ്സിലാവില്ല എന്തൊക്കെയാണ് ഡിഫറൻസ് എന്നുള്ളത്. ഹയർ പർച്ചേസിൽ ഇറ്റ് ഇസ് ആൻ എഗ്രിമെൻറ്റ് ഓഫ് ഹയറിംഗ്, മറ്റെടുത്ത് എഗ്രിമെൻറ്റ് ഓഫ് സെയിലാണ്. ബയ്യർ ഗെറ്റ്സ് ദ പൊസഷൻ ഓഫ് ഗുഡ്സ്. ഹയർ പർച്ചേസ് സിസ്റ്റത്തിൽ പൊസഷൻ മാത്രമേ കിട്ടത്തുള്ളൂ, പക്ഷേ ഇൻസ്റ്റാൾമെൻറ്റ് പേയിങ് സിസ്റ്റത്തിൽ പൊസഷനും ഓണർഷിപ്പും ആ ഗുഡ്സിൻ്റെ പൊസഷനും കിട്ടും. ദെൻ ഹയർ പർച്ചേസ് സിസ്റ്റത്തിൽ പേയ്മെൻറ്റ് ഡിഫോൾട്ട് ആക്കുവാണെങ്കിൽ ഗുഡ്സ് ആർക്ക് എടുത്തുകൊണ്ട് പോകാം, ഓണർക്ക് എടുക്കാം. പക്ഷേ ഇൻസ്റ്റാൾമെൻറ്റ് പേയ്മെൻറ്റ് സിസ്റ്റത്തിൽ അത് പറ്റത്തില്ല. ദെൻ in case of default, the payment made up to the date of default is forfeited and treated as higher charge. എന്തെങ്കിലും ഡിഫോൾട്ട് വരുത്തിയാൽ അത്രയും നാൾ അയാൾ അടച്ച പൈസ മൊത്തം ക്യാൻസലായി പോവുകയും അത് ഹയർ ചാർജായിട്ട് ട്രീറ്റ് ചെയ്യുകയും ചെയ്യും. ഇപ്പുറത്തെ സെയിൽ ഇതിനകത്താണെങ്കിൽ, അതായത് ഇൻസ്റ്റാൾമെൻറ്റിനകത്താണെങ്കിൽ ദ പേയ്മെൻറ്റ് അപ് ടു ദ ഡേറ്റ് ഓഫ് ഡിഫോൾട്ട് ഇസ് എ പേയ്മെൻറ്റ് ടുവേർഡ്സ് ദ പ്രൈസ്. അത് പേയ്മെൻറ്റ് നമ്മൾ അത്രയും നാൾ അടച്ചു, ഡിഫോൾട്ട് വരുത്തിയ ദിവസം വരെയുള്ള നമ്മൾ വരെ അടച്ച പ്രൈസ് എമൗണ്ട് നമ്മൾ അടച്ച പൈസയായിട്ട് തന്നെ കൺസിഡർ ചെയ്യും. ബാക്കി എമൗണ്ട് വിട്ട് കിട്ടാനായിട്ട് സെല്ലർക്ക് എന്ത് ചെയ്താൽ മതി, കേസ് കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലും ലീഗലി അയക്ക് നീങ്ങാവുന്നതാണ്. ഫിഫ്ത്ത് വൺ, ദ ബയർ cannot sell, destroy, transfer, damage or pledge the goods. ഹയർ പർച്ചേസിൽ ഹയർ ചെയ്യുന്ന ഗുഡ്സ് ഒരിക്കലും അയക്ക് നശിപ്പിക്കാനോ തിരിച്ച് മറിച്ച് വിൽക്കാനോ ഒന്നും പറ്റത്തില്ല. പക്ഷേ ഇൻസ്റ്റാൾമെൻറ്റ് പേയ്മെൻറ്റ് സിസ്റ്റത്തിൽ അത് എന്ത് വേണമെങ്കിലും ചെയ്യാം. കാരണം ഓണർഷിപ്പും കൂടെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത് കൊണ്ട് അയാളുടെ ഇഷ്ടമാണ് അയാളുടെ ഗുഡ്സ് എന്ത് ചെയ്യണമെന്നുള്ളത്. ഇതാണ് അതിൻ്റെ ഡിഫറൻസ് വരുന്നത്. ഇനി ഈ പേയ്മെൻറ്റ് ഇൻസ്റ്റാൾമെൻറ്റ് സിസ്റ്റത്തിൽ കുറച്ച് രണ്ട് സെറ്റായിട്ടാണ് നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. ഒന്ന് ബുക്സ് ഓഫ് ദി ബയ്യറും, രണ്ട് ബുക്സ് ഓഫ് ദി സെല്ലറും. അപ്പോൾ ആദ്യം നമുക്ക് ബുക്സ് ഓഫ് ദി ബയ്യറുടെ ബുക്സിലെ എൻട്രീസ് ഒക്കെ നോക്കാം. വെൻ ദി അസറ്റ് ഈസ് പർച്ചേസ്ഡ്, അസറ്റ് അക്കൗണ്ട് ഡെബിറ്റ്, ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് ഡെബിറ്റ് ടു വെൻഡർ. അസറ്റിൻ്റെ അവിടെ അതിൻ്റെ ക്യാഷ് പ്രൈസ്, ഇൻട്രസ്റ്റ് സസ്പെൻസിൻ്റെ അവിടെ എത്ര രൂപ, ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാഷ് പ്രൈസ് ആൻഡ് ഇൻസ്റ്റാൾമെൻറ്റ്, അതായത് ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ ആ എമൗണ്ട് നമ്മൾ സെൻഡ് ചെയ്യണം. ദെൻ ഫോർ ക്യാഷ് ഡൗൺ പേയ്മെൻറ്റ്, നമ്മൾ ക്യാഷ് ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കുന്നതിന് വെൻഡർ അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് അക്കൗണ്ട്. ദെൻ ടു ഇൻട്രസ്റ്റ് ഡ്യൂ അറ്റ് ദ ടൈം ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ്, ഇൻട്രസ്റ്റ് ഡ്യൂ ആകുമ്പം ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട്. ദെൻ ഫോർ ദ പേയ്മെൻറ്റ് ഓഫ് നമ്മൾ ഇൻട്രസ്റ്റ് ഡ്യൂ ആയ ഇൻട്രസ്റ്റ് നമ്മൾ കൊടുക്കുമ്പം വെൻഡർ അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് അക്കൗണ്ട്. എന്താണ് വെൻഡർ അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് അക്കൗണ്ട്, പേയ്മെൻറ്റ് കൊടുക്കുമ്പോഴത്തേക്ക്.
Then depreciation at the end of the accounting year. Depreciation charge ചെയ്യുമ്പം depreciation account debited to asset ആണ്. Then interestും ആ depreciation നമ്മൾ P&L അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പം P&L account debit to interest to depreciation. Fire Industry Limited purchased a plant on 1/1/2016 from MMC Limited under the installment payment system. The cash price was 20,000 payable as 6,384 for down payment and the balance by 3 equal installment of 5,000 each including 5% interest. Total amount എത്രയാണ് പ്രൈസ് എത്രയാണ് 20,000. നമ്മൾ ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് കൊടുക്കുന്ന എത്ര 6,383 ആണ്. ഓക്കെ ആണോ? ബാലൻസ് വരുന്ന എമൗണ്ട് 3 ഈക്വൽ ഇൻസ്റ്റാൾമെൻ്റ് ആണ്. അതായത് 5,000 5,000 5,000 വെച്ച് 3 ഈക്വൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് നമ്മൾ കൊടുക്കും. ഈ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ കൂട്ടത്തിൽ 5% ഇൻട്രസ്റ്റും കൂടെ നമ്മൾ ചാർജ് ചെയ്യുന്നതായിരിക്കും. ദെൻ ഡിപ്രീസിയേഷൻ എത്ര 10% ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിന് മുന്നേ ആയിട്ട് ഒരു കാൽക്കുലേഷൻ ഉണ്ട്. ലേറ്റുള്ള അതാണ് ഇവിടെ, ഇതാ കണ്ടോ, അതിൻ്റെ വർക്കിംഗ് നോട്ടിൽ കാൽക്കുലേഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം അതൊന്ന് ഡിസ്കസ് ചെയ്യാം. ക്യാഷ് പ്രൈസ് ടോട്ടൽ ആദ്യം 20,000 ആണ്. അതായത് നമ്മൾ ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് എത്ര കൊടുക്കും? 6,384 നമ്മൾ കൊടുക്കും. ബാക്കി 20,000-ൽ നിന്ന് 6,384 പോയി കഴിഞ്ഞാൽ പിന്നെ എത്ര രൂപയും കൂടെ നമ്മൾ കൊടുക്കണം? 13,616. കണ്ടോ, അത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് 20,000 ആയിട്ട് മാറുന്നത്. ഓക്കെ, അപ്പോൾ ടോട്ടൽ പ്രൈസ് ക്യാഷ് പ്രൈസ് 20,000. അതിനകത്ത് നമ്മൾ എന്ത് ലെസ് ചെയ്യണം? നമ്മൾ ആദ്യമേ കൊടുക്കുന്ന ഡൗൺ പേയ്മെൻറ്റ് എത്രയാണ്? ഡൗൺ പേയ്മെൻറ്റ് 6,384 നമ്മൾ അത് ലെസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എത്ര രൂപ വരും? 13,616. അത്ര 13,616 കൂടെ നമ്മൾ കൊടുക്കണം. ഇനി 31st December 2016 ഇനി നമ്മൾ ഏത് എമൗണ്ടിന് ഇൻട്രസ്റ്റ് കൊടുക്കുന്നത്? 13,616-ൻ്റെ 5% ഇൻട്രസ്റ്റ്. അത് എത്ര വരും? 681. ഓക്കെ, ഇനി അതിനകത്തൊന്ന് ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റും കൂടെ നമ്മൾ കുറയ്ക്കണം. കാരണം നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുമല്ലേ, ഓരോ വർഷം കഴിയുമ്പോൾ ഇൻസ്റ്റാൾമെൻറ്റ് കൊടുക്കുന്നതിനനുസരിച്ച് കുറഞ്ഞുകൊണ്ടിരിക്കുമല്ലേ. അപ്പം ഇൻസ്റ്റാൾമെൻറ്റ് എത്ര കൊടുക്കണം? 5,000 രൂപ. ഓക്കെ, ഈക്വൽ ഇൻസ്റ്റാൾമെൻ്റ് ആണ് 5,000 രൂപ. അപ്പം ഇൻട്രസ്റ്റ് ആണ് എത്ര? 681. ഇൻട്രസ്റ്റും അതിൻ്റെ കൂട്ടത്തിൽ ഇൻസ്റ്റാൾമെൻറ്റും കൂടെ ആഡ് ചെയ്യുമ്പം ആ വർഷം നമ്മൾ എത്ര രൂപ കൊടുക്കണം? 9,297 കൊടുക്കണം. ഇനി പിറ്റേ വർഷം ഇതേ മെത്തേഡ് 9,297-ന് എത്ര പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ്? 5%. അപ്പം 465 രൂപ വരും. ഇനി അതിനകത്തുനിന്ന് വീണ്ടും എന്ത് ലെസ് ചെയ്യണം? നമ്മുടെ സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് എത്ര? എല്ലാ വർഷവും ഇൻസ്റ്റാൾമെൻറ്റ് സെയിം ആണ് 5,000. അപ്പോൾ നമുക്ക് 17-ൽ കൊടുക്കേണ്ടത് 4,762, 4,762. നെക്സ്റ്റ് ഇയർ വീണ്ടും നമ്മൾ 5%, 4,762 ഇൻറ്റു 5%, 238 ആണ് ഇൻട്രസ്റ്റ് വരുന്നത്. ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻ്റ് ആണ് 18-ൽ വരുന്നത്. 18-ൽ ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് 5,000. അത് ലെസ് ചെയ്ത് കഴിയുമ്പം അതും ടോട്ടൽ എത്രയായിട്ട് മാറും? 5,000 ആയിട്ട് മാറും. അങ്ങനെ ടോട്ടൽ 20,000 ഇൻസ്റ്റാൾമെൻറ്റും ഇൻട്രസ്റ്റും നമ്മൾ അടച്ചു കഴിഞ്ഞു. ഓക്കെ ആണോ? ഇനി അവിടെ പ്രിൻസിപ്പൽ എന്ന് പറയുന്ന കോളം ഉണ്ട്, കണ്ടോ? പ്രിൻസിപ്പൽ, അതായത് ഇൻട്രസ്റ്റ്, ഇതിനകത്ത് ഇൻട്രസ്റ്റ് നമ്മൾ കൂട്ടത്തില്ല, ഇൻട്രസ്റ്റ് ഇല്ലാതെ പ്രിൻസിപ്പൽ മാത്രം. അപ്പോൾ ആദ്യത്തെ വർഷം എത്രയാണ് പ്രിൻസിപ്പൽ വരുന്നത്? 6,384. അതായത് നമ്മൾ ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് കൊടുത്തില്ലേ, ആ സെയിം എമൗണ്ട് തന്നെ വരും. രണ്ടാമത്തെ വർഷം പ്രിൻസിപ്പൽ എടുക്കുന്നത് ഇൻട്രസ്റ്റ് എത്രയാണ്? 2016 ഇൻട്രസ്റ്റ് എത്രയാണ്? 681 ആണല്ലോ. അപ്പം 5,000-ൽ നിന്ന്, അപ്പോൾ 5,000 നമ്മുടെ ഇൻസ്റ്റാൾമെൻറ്റും 681 എന്ന് പറയുന്നത് നമ്മുടെ ഇൻട്രസ്റ്റുമാണ്. ഓക്കെ, അപ്പോൾ ഈ പ്രിൻസിപ്പൽ കോളത്തിൽ ഏത് മാത്രം എടുത്താൽ മതി? പ്രിൻസിപ്പൽ ഇൻട്രസ്റ്റ് ഇല്ലാത്ത എമൗണ്ട് മാത്രം എടുത്താൽ മതി. അപ്പോൾ 5,000-ൽ നിന്ന് 681 മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ടാണ് ഇത് 4,319. കാൽക്കുലേഷൻ ഓരോന്ന് പറയുമ്പോൾ അവിടെ നോട്ട് ചെയ്ത് പോകണം കേട്ടോ. 5,000 മൈനസ് ആ വർഷത്തെ ഇൻട്രസ്റ്റ് 681 ചെയ്യുമ്പം 4,319. അത് കഴിഞ്ഞ് ഇനി സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ പ്രിൻസിപ്പൽ നോക്കിക്കേ. സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് സെയിം 5,000 തന്നെയാണ്. 5,000 മൈനസ് ആ വർഷത്തെ ഇൻട്രസ്റ്റ് 2017-ലെ ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പം 465. അപ്പം 5,000 മൈനസ് 465 എത്ര വരും? 4,535. കാൽക്കുലേഷൻസ് ബ്രാക്കറ്റിൽ കാണിച്ചോണം. ലാസ്റ്റ് ഇയറിൽ എന്താ? 5,000 മൈനസ് ലാസ്റ്റ് ഇയർ ഇൻട്രസ്റ്റ് എത്രയാണ്? 238. 5,000 മൈനസ് 238 4,762. അങ്ങനെ ആ കോളം ടോട്ടൽ 20,000 ആയിട്ട് വരും.
ഓക്കെ ആണോ? ഇനി ഇൻട്രസ്റ്റ് പ്രത്യേകം വരണം. അതാത് വർഷത്തെ ഇൻട്രസ്റ്റ്. ആദ്യത്തെ വർഷം 681, ദെൻ 465, ലാസ്റ്റ് ഇയറിൽ 238. ഇൻസ്റ്റാൾമെൻറ്റ്, ആദ്യത്തെ വർഷം ഇൻസ്റ്റാൾമെൻ്റ് അല്ല, ഡൗൺ പേയ്മെൻ്റ് ആണ് 6384. പിന്നെ അടുത്ത 3 വർഷത്തേക്ക് നമ്മൾ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് 5000 വീതം നമ്മൾ അടച്ചു. അങ്ങനെ ടോട്ടൽ എത്രയിലും 21,384. ആക്ച്വലി എമൗണ്ട് താഴത്തെ കോളംസ് ഒന്ന് കമ്പയർ ചെയ്തേ. ടോട്ടലിൻ്റെ കോളംസ് ആക്ച്വലി എത്രയായിരുന്നു അതിൻ്റെ പ്രൈസ്? 20,000. നമ്മൾ എത്രയപ്പോൾ ഇൻട്രസ്റ്റ് കൂടെ ചേർത്ത് നമ്മൾ പലിശ എത്ര? ടോട്ടൽ പലിശ ഇൻട്രസ്റ്റ് എത്രയാണ്? 1384. അങ്ങനെ ആകുമ്പോൾ ടോട്ടൽ എത്ര രൂപ? പലിശയും ഇതും കൂടെ ചേർത്ത് നമ്മൾ ടോട്ടൽ എത്ര രൂപ അയാൾക്ക് അടയ്ക്കണം, ഓണർക്ക് കൊടുക്കണം? 21,384. അപ്പോൾ നോർത്തേ, ആക്ച്വൽ അതിൻ്റെ അസറ്റിൻ്റെ പ്രൈസ് എത്രയാണ്? 20,000. പക്ഷേ നമ്മൾ എത്ര കൊടുത്തു? 21,384. എന്ന് വെച്ചാൽ ആക്ച്വൽ പ്രൈസിനേക്കാൾ കൂടുതലല്ലേ നമ്മൾ കൊടുത്തത്, അല്ലേ? ആ കൂടുതൽ കൊടുത്തതിൻ്റെ പേരാണ് ഏത്? ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? കാൽക്കുലേഷൻസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് പതിയെ ഓരോ ജേണലല്ല അക്കൗണ്ട്സ് ആയിട്ട് നമുക്ക് എഴുതി പോകാം. ആദ്യത്തെ അക്കൗണ്ട്സ് വരുന്നത് പ്ലാന്റ് അക്കൗണ്ട് ആണ്. പ്ലാന്റ് അക്കൗണ്ട് സിമ്പിളാണ്. പ്ലാന്റ് അക്കൗണ്ടിൽ നമ്മൾ പ്ലാന്റ് അക്കൗണ്ട് അല്ല, ഇൻ ദി ബുക്സ് ഓഫ് ഫയർ ഇൻഡസ്ട്രീസിൻ്റെ ബുക്കാണ്. ഫയർ ഇൻഡസ്ട്രീസ് എഴുതുമ്പോൾ ആരുടെ അക്കൗണ്ട്സ് എഴുതുന്നത്? അതായത് അവരുടെ അടുത്തു നിന്ന് പർച്ചേസ് ചെയ്തുകൊണ്ട് പോയ ആൾക്കാർ. അതാരാ? MMC ലിമിറ്റഡ്. അവരുടെ ബുക്സാണ് ആരെഴുതുന്നത്? ഫയർ ഇൻഡസ്ട്രീസ് എഴുതുന്നത്. ഇൻ ദ ബുക്സ് ഓഫ് ഫയർ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് MMC ലിമിറ്റഡ് അക്കൗണ്ട്. ഫയർ ഇൻഡസ്ട്രീസ് എഴുതുന്നത് MMCയുടെ അക്കൗണ്ട്സ് ആണ്. ഇതാ നോക്കിക്കേ. അപ്പം MMC എന്ന് ഫയർ ഇൻഡസ്ട്രീസ് ബയ്യറാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ വായിച്ചേ. ഫയർ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് പർച്ചേസ്ഡ് എന്നാണ്. അപ്പം ഫയർ ഇൻഡസ്ട്രീസ് ബയ്യറും MMC ലിമിറ്റഡ് സെല്ലറുമാണ്. ഓക്കെ, സെല്ലറുമാണ്. അപ്പോൾ ഇതാ നോക്ക്, സെല്ലറുടെ അക്കൗണ്ട്സ് എഴുതാൻ പോകണം. MMC ലിമിറ്റഡ് അക്കൗണ്ട് 2016 പർച്ചേസ് നടത്തുന്നത്, January 1. ഓക്കെ, അപ്പം ടു ബാങ്ക്. അപ്പോൾ അവരുടെ നിന്ന് പൈസ പോവാണ്. അപ്പം നോക്കിയേ, ടു ബാങ്ക്, ഡെബിറ്റ് സൈഡിൽ ടു ബാങ്ക്. ഡൗൺ പേയ്മെൻറ്റ് എത്ര കൊടുക്കും? അല്ല, അതിന് മുന്നായിട്ട് പ്ലാന്റ് നമുക്ക് വരും. MMC ലിമിറ്റഡിന് ക്രെഡിറ്റ് സൈഡിൽ പ്ലാന്റ് നമുക്ക് വരും. എത്ര? ബൈ പ്ലാന്റ് അക്കൗണ്ട് 20,000. ദെൻ ക്രെഡിറ്റ് സൈഡിൽ, ഡെബിറ്റ് സൈഡിൽ എത്ര രൂപ നമ്മൾ കൊടുത്തു? ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് 6384 കൊടുത്തു. സോ 2016 January 1 ടു ബാങ്ക് അക്കൗണ്ട്. ദെൻ അതേ വർഷം തന്നെ നമ്മൾ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റും കൊടുക്കുന്നു. ആ വർഷം എൻഡിൽ December 31 ടു ബാങ്ക് അക്കൗണ്ട് 5,000. ഓക്കെ, ദെൻ ഇൻട്രസ്റ്റ്, അതായത് ടോട്ടൽ ഇൻട്രസ്റ്റ് എടുക്കണം. ടോട്ടൽ ഇൻട്രസ്റ്റിൻ്റെ കാൽക്കുലേഷൻ നമ്മൾ തൊട്ടപ്പുറത്ത് കണ്ടു വെച്ചിട്ടുണ്ട്, 1,384 എന്നുള്ളത്. ഓക്കെ, അപ്പം ബൈ ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് 1,384. ഓക്കെ ആണോ? ഇനി നെക്സ്റ്റ് ഇയറിൽ വർഷം അത് ബാലൻസ് ചെയ്യുമ്പോഴത്തേക്ക് ബാലൻസ് ക്യാരി ഡൗൺ 10,000. ആ എമൗണ്ട് നമ്മൾ ബ്രോ ഡൗൺ ചെയ്യുന്നു. പിറ്റേ വർഷം സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് കൊടുക്കുന്നു ടു ബാങ്ക് 31 December 2017 ടു ബാങ്ക് അക്കൗണ്ട്. സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് 5,000. അവിടെ ഡൗൺ പേയ്മെൻറ്റ് ഇല്ല, ഇൻട്രസ്റ്റ് അല്ല, ഇൻസ്റ്റാൾമെൻറ്റ് മാത്രമേ ഉള്ളൂ. ടോട്ടൽ ഇൻട്രസ്റ്റും കൂടെ ചേർത്തല്ലേ നമ്മൾ അടയ്ക്കുന്നത്. അതുകൊണ്ടാണ് ആദ്യമേ തന്നെ ടോട്ടൽ ഇൻട്രസ്റ്റും ബൈ ഇൻട്രസ്റ്റ് സസ്പെൻസ് എന്ന് കാണിച്ചത് കേട്ടോ. എല്ലാ വർഷവും അങ്ങനെ ഇച്ചിരിച്ചിരിയായിട്ട് കാണിക്കണമെന്നില്ല. അതിൻ്റെ ടോട്ടൽ നമ്മളങ്ങ് എഴുതിയെടുത്തിട്ടുണ്ട്. ബൈ ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് അവിടെ നമ്മൾ 1,384. ദെൻ രണ്ടാമത്തെ ഇയറിൽ ബാലൻസ് ബ്രോ ഡൗൺ ചെയ്തതിന് ശേഷം രണ്ടാമത്തെ വർഷത്തെ ഇൻസ്റ്റാൾമെൻറ്റ് ബൈ ടു ബാങ്ക് അക്കൗണ്ട് സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് 5,000. ദെൻ വീണ്ടും അത് ടോട്ടൽ ചെയ്യുന്നു, ക്യാരി ഡൗൺ 5,000, അത് ബ്രോ ഡൗൺ ചെയ്യുന്നു, പിറ്റേ വർഷം 5,000. തേർഡ് ഇയറിൽ വീണ്ടും ഇൻസ്റ്റാൾമെൻറ്റ് കൊടുക്കുന്നു ടു ബാങ്ക് അക്കൗണ്ട്, തേർഡ് ഇൻസ്റ്റാൾമെൻറ്റ് 5,000. അത്രയേ ഉള്ളൂ MMC ലിമിറ്റഡ് അക്കൗണ്ടിൻ്റെത്. ഇനി പ്ലാന്റ് അക്കൗണ്ട് നോക്കാം. പ്ലാന്റ് അക്കൗണ്ട് സിമ്പിളാണ്. നമ്മുടെ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നവർ MNC ലിമിറ്റഡിൻ്റെ അടുത്തു നിന്നാണ് നമ്മൾ പ്ലാന്റ് വാങ്ങിച്ചത്. അപ്പം പ്ലാന്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു MNC ലിമിറ്റഡ്. എത്ര രൂപയാണ്? 20,000. ക്രെഡിറ്റ് സൈഡിൽ ഡിപ്രീസിയേഷൻ എത്ര പെർസെൻറ്റേജാണ്? 10% ആണ്. സോ ബൈ ഡിപ്രീസിയേഷൻ 20,000 ഇൻറ്റു 10/100 2,000. കാൽക്കുലേഷനൊക്കെ ബ്രാക്കറ്റിൽ കാണിച്ചോണേ. 2,000 ഇൻറ്റു 20,000 ഇൻറ്റു 10/100 2,000 ഡിപ്രീസിയേഷൻ. ബാലൻസ് ചെയ്യുന്നു, ക്യാരി ഡൗൺ 18,000, ബ്രോ ഡൗൺ 18,000. എഗെയിൻ 2017 വീണ്ടും നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നു 18,000 ഇൻറ്റു 10/100 1,800. ക്യാരി ഡൗൺ ചെയ്യുന്നു, ബ്രോ ഡൗൺ ചെയ്യുന്നു.
ബ്രോ ഡൗൺ എമൗണ്ട് വരുന്നത് 16,200. അഗെയിൻ ലാസ്റ്റ് ഇയറിൽ ഡിപ്രീസിയേഷൻ കാണുന്നു 10%. അത് വരുന്നത് 1,620 ആണ്. ക്യാരി ഡൗൺ ചെയ്യുന്നു. മൂന്നാമത്തെ വർഷം എൻഡ് ആണ്, അതുകൊണ്ട് ക്യാരി ഡൗൺ ചെയ്ത് ബ്രോ ഡൗൺ ചെയ്യേണ്ട കാര്യമില്ല, ടോട്ടൽ ചെയ്തിട്ടേക്കുക. ക്ലിയർ? പ്ലാന്റ് അക്കൗണ്ട് ക്ലിയർ? ദെൻ ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട്. കാൽക്കുലേഷൻ അത്രയും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള ഫില്ലിംഗ് ഒക്കെ നമുക്ക് വളരെ എളുപ്പമാണ്. ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ടിൽ ആദ്യത്തെ ആർക്കാണ് നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കുന്നത്? MNC ലിമിറ്റഡ്. അപ്പം ടു MNC ലിമിറ്റഡ് 2016 January 1 ടു MNC ലിമിറ്റഡ് അക്കൗണ്ട്. ടോട്ടൽ അങ്ങ് എടുത്തേക്കുക 1,384. ഓക്കെ. ദെൻ ഇപ്പുറത്ത് എത്ര രൂപ? ആദ്യത്തെ വർഷത്തെ ഇൻട്രസ്റ്റ് എത്രയാണ്? 681. ആദ്യത്തെ വർഷത്തെ ഇൻട്രസ്റ്റ്. അപ്പുറത്തെ കാൽക്കുലേഷൻസ് എല്ലാം ഉണ്ട്, ഡൗട്ട് ഉള്ളവർ ചെക്ക് ചെയ്യണം. അത് ടോട്ടൽ ചെയ്യുന്നു. ബാലൻസ് ക്യാരി ഡൗൺ 703. അത് വീണ്ടും ബ്രോ ഡൗൺ ചെയ്യുന്നു. രണ്ടാമത്തെ വർഷം 2017 ഇൻട്രസ്റ്റ് 465 ആണ്. ബൈ ഇൻട്രസ്റ്റ് 465 ക്യാരി ഡൗൺ ചെയ്യുന്നു 268. ബാലൻസ് ബ്രോ ഡൗൺ 703 കറക്റ്റാണ്. പക്ഷേ ബൈ ഇൻട്രസ്റ്റ് 465 കറക്റ്റാണ്. പക്ഷേ അത് ബാലൻസ് ചെയ്യുമ്പോഴത്തേക്ക്, അതായത് ബാലൻസ് ക്യാരി ഡൗൺ വരുന്ന എമൗണ്ട് 238 വരേണ്ടത് കേട്ടോ. ടെക്സ്റ്റിനകത്ത് തിരുത്തിയേക്കണേ. അവിടെ ടെക്സ്റ്റിനകത്ത് 2017 ബൈ ബാലൻസ് ക്യാരി ഡൗൺ 268 അല്ല 238 വരുന്നത്. തിരുത്തിയേക്കണം. അപ്പം 238 ക്യാരി ഡൗൺ ചെയ്ത എമൗണ്ട് ബ്രോ ഡൗൺ ചെയ്ത് ടോട്ടൽ ചെയ്യുന്നു. അത്രയേ ഉള്ളൂ ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട്. ലാസ്റ്റ് ഇൻട്രസ്റ്റ് അക്കൗണ്ട് ആണ്. ഒന്നുമില്ല. 2016 ടു ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട്. ആദ്യത്തെ വർഷത്തെ ഇൻട്രസ്റ്റ് 681. അത് P&L അക്കൗണ്ടിലേക്ക് മാറ്റുന്നു, ടോട്ടൽ ചെയ്യുന്നു. രണ്ടാമത്തെ വർഷം 465, അതും P&Lലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. മൂന്നാമത്തെ വർഷം 238, അതും എഗെയിൻ P&Lലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ അക്കൗണ്ട്സ്. പിന്നെ കാൽക്കുലേഷൻ നമ്മൾ നോക്കിയതാണല്ലോ. ഇനി ബുക്സ് ഓഫ് ദി വെൻഡറും കൂടെ ഒന്ന് പറഞ്ഞു പോയേക്കാം. വെൻഡർ ആരാണ്? ഓണറാണ്. ഓക്കെ. ദ വെൻഡർ പാസസ് ദ ഫോളോയിങ് ജേർണൽ എൻട്രീസ് വെൻ ദ ഗുഡ്സ് ആർ സോൾഡ് ഓൺ ഇൻസ്റ്റാൾമെൻറ്റ് പേയ്മെൻറ്റ് സിസ്റ്റം. അപ്പോൾ ആദ്യത്തത് വെൻ ഗുഡ്സ് ആർ സോൾഡ്. ഗുഡ്സ് സോൾഡ് ചെയ്യുമ്പോഴത്തേക്ക് പർച്ചേസർ അക്കൗണ്ട്, അതായത് ആരാണോ നമ്മുടെ ഇന്ന് ഗുഡ്സ് വാങ്ങിച്ചുകൊണ്ട് പോയത് ആളുടെ പേര്. ഇവിടെ ആരായിരുന്നു? ഫയർ ഇൻഡസ്ട്രീസ് അല്ലേ. അപ്പോൾ ഇവിടെ എഴുതും ഫയർ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് അക്കൗണ്ട് ഡെബിറ്റ് ടു സെയിൽസ് ടു ഇൻട്രസ്റ്റ് സസ്പെൻസ്. സെയിൽസ് എമൗണ്ട് പിന്നെ ഇൻട്രസ്റ്റ്. ഫോർ ക്യാഷ് റിസീവ്ഡ് ആസ് ഡൗൺ പേയ്മെൻറ്റ് ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു പർച്ചേസ്. ഡൗൺ പേയ്മെൻറ്റ് കിട്ടുമ്പോൾ ദെൻ ഇൻസ്റ്റാൾമെൻറ്റ് ഡ്യൂ ആകുമ്പോൾ ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ഇൻട്രസ്റ്റ്. ഇൻസ്റ്റാൾമെൻറ്റ് ആക്ച്വലി കിട്ടുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു പർച്ചേസർ. പർച്ചേസർ എന്ന് വെച്ചാൽ ആരാണോ നമ്മുടെ നിന്ന് പർച്ചേസ് ചെയ്തുകൊണ്ട് പോയത്. ഫോർ ട്രാൻസ്ഫർ ഓഫ് ഇൻട്രസ്റ്റ് ടു P&L അക്കൗണ്ട് ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇത്രയാണ് എൻട്രീസ് വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. മുമ്പത്തെ ഇപ്പം നമ്മൾ ചെയ്ത് നിർത്തിയ ഒരു ഇലിസ്ട്രേഷൻ ഇല്ലേ, അതിൻ്റെ തന്നെ ബേസ് ചെയ്തിട്ടാണ് വി കൺസിഡർ ദ പ്രോബ്ലം ഗിവൺ ഇൻ ഇലിസ്ട്രേഷൻ 3 ആൻഡ് പ്രിപ്പയർ ലെഡ്ജർ അക്കൗണ്ട്സ് ഇൻ ദ ബുക്സ് ഓഫ് ദി വെൻഡർ. ആ സെയിം ക്വസ്റ്റ്യൻ വെച്ചിട്ട് നമ്മൾ വെൻഡറിൻ്റെ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ഇൻ ദ ബുക്സ് ഓഫ് MMC ലിമിറ്റഡ് ഫയർ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്. അപ്പോൾ MMC ലിമിറ്റഡ് എഴുതുമ്പോൾ ആരുടെ അക്കൗണ്ട് ആയിരിക്കും എഴുതുന്നത്? ഫയർ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് അക്കൗണ്ടിൻ്റെ. അപ്പോൾ അതാ നോക്കുക, അവർ സെയിൽ നടത്തി 2016 January 1 ടു സെയിൽസ് അക്കൗണ്ട്. എത്ര രൂപയാണ്? 20,000. ഇൻട്രസ്റ്റ് എത്രയാണ്? ടോട്ടൽ ഇൻട്രസ്റ്റ് 1,384. December 31 ഇൻട്രസ്റ്റ് കിട്ടും. ക്രെഡിറ്റ് സൈഡിൽ January 1 2016 ബൈ ബാങ്ക് ഡൗൺ പേയ്മെൻറ്റ് കിട്ടി 6,384. ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് കിട്ടി 5,000. ക്യാരി ഡൗൺ ചെയ്യുന്നു 10,000. ബ്രോ ഡൗൺ ചെയ്യുന്നു 10,000. ദെൻ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് ക്രെഡിറ്റ് സൈഡിൽ ബൈ ബാങ്ക് അക്കൗണ്ട് ഫസ്റ്റ് അല്ല സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് 5,000 ടു ബാലൻസ് ക്യാരി ഡൗൺ 5,000. ബാലൻസ് ക്യാരി ഡൗൺ 5,000, ബ്രോ ഡൗണും 5,000. തേർഡ് ഇൻസ്റ്റാൾമെൻറ്റ് 5,000. ടോട്ടൽ ചെയ്യുന്നു 5,000. സിമ്പിളാണ്. അടുത്തത് ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് വരുമ്പോഴത്തേക്കും ആരാണ്? ഫയർ ഇൻഡസ്ട്രീസിലെ ഇത് തന്നത്. അപ്പം ബൈ ഫയർ ഇൻഡസ്ട്രീസ് അക്കൗണ്ട് 1,000. ക്രെഡിറ്റ് സൈഡിൽ ബൈ ഫയർ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് അക്കൗണ്ട് 1,384. ഡെബിറ്റ് സൈഡിൽ ഇൻട്രസ്റ്റ് ആയിട്ട് എത്ര കൊടുത്തു? 681. ആദ്യത്തെ വർഷത്തിലെ ഇൻട്രസ്റ്റ്. ഇനി അത് ബാലൻസ് ചെയ്യുന്നു. ക്യാരി ഡൗൺ 703, ബ്രോ ഡൗൺ 703. രണ്ടാമത്തെ വർഷം ഇൻട്രസ്റ്റ് 465 ക്യാരി ഡൗൺ വരുന്നത് 238. മൂന്നാമത്തെ വർഷം ഇൻട്രസ്റ്റ് 238 അത് ലാസ്റ്റ് അത് ടോട്ടൽ ചെയ്യുന്നു. ഓക്കെ ആണോ? ദാറ്റ്സ് ഓൾ. ദെൻ ഇൻട്രസ്റ്റ് അക്കൗണ്ട് കഴിഞ്ഞ് സൈഡ് മാത്രമേ മാറുന്നുള്ളൂ. നിങ്ങൾക്ക് ശരിക്കും ക്ലോസ് ചെയ്താൽ മനസ്സിലാവും, ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. സിമ്പിളാണ്. കഴിഞ്ഞത് സൈഡ് മാത്രമേ മാറുന്നുള്ളൂ. വെൻഡറും പർച്ചേസറും വരുമ്പം സൈഡ് മാത്രമേ മാറുന്നുള്ളൂ. ക്രെഡിറ്റ് മാറി ഡെബിറ്റ് ആവും, അത്രയേ ഉള്ളൂ.
2016 31 മാർച്ചിൽ ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് ആദ്യത്തെ വർഷം 681 അത് P&Lലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. പിറ്റേ വർഷവും 465 ഇൻട്രസ്റ്റ്, അത് P&Lലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ദെൻ ലാസ്റ്റ് ഇയർ 238 അതും P&Lലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. നമുക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്യാം. ഇനി നമുക്ക് നോക്കുന്നത് ബേസിക്സ് റെക്കോർഡ് ഫോർ ഗുഡ്സ് ഓഫ് സ്മോൾ വാല്യൂ ഗുഡ്സ് സ്മോൾ വാല്യൂ ഓൺ ഹയർ പർച്ചേസ്. അതായത് നേരത്തെയൊക്കെ നമ്മൾ കണ്ടത് വലിയ വലിയ ഫിക്സഡ് അസറ്റ്, അതായത് പ്ലാന്റ് ആൻഡ് മെഷീനറി, ഇങ്ങനെയുള്ള വലിയ മെഷീനറി, ഇതൊക്കെ ഈ വലിയ ഫിക്സഡ് അസറ്റ്സുകളൊക്കെ ഹയർ പർച്ചേസിന് പോകുമ്പോഴുള്ള അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്സിനെ പറ്റിയാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. ഇനി ഇതെന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ചെറിയ ഗുഡ്സ്, അതായത് വളരെ കുഞ്ഞു ക്വാണ്ടിറ്റിയിൽ വരുന്ന ചെറിയ ഗുഡ്സ് ഇല്ലേ, ലൈക്ക് TV, ഫ്രിഡ്ജ്, ഇങ്ങനെയുള്ളതൊക്കെ, അതൊക്കെ സെയിലാവുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ അക്കൗണ്ട്സ് ചെയ്യുന്നതെന്നുള്ളതാണ് കേട്ടോ. അപ്പം നമുക്കപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. അതിൻ്റെ റെക്കോർഡ്സും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ടേംസ് ഉണ്ട്, റിലേറ്റീവ് ടേംസ് ഉണ്ട്, അതൊന്നും നമുക്ക് അറിഞ്ഞിരിക്കാം. ആദ്യത്തെയാണ് കോസ്റ്റ് പ്രൈസ് ഓഫ് ഗുഡ്സ് സോൾഡ് ഓൺ ഹയർ പർച്ചേസ്. കോസ്റ്റ് പ്രൈസ് ഓഫ് ഗുഡ്സ് സോൾഡ്, കോസ്റ്റ് പ്രൈസ് എന്ന് വെച്ചാൽ എന്താ, അതിൻ്റെ ഒറിജിനൽ പ്രൈസ് എന്ന് പറയുന്നതാണ് കോസ്റ്റ് പ്രൈസ്. ഓക്കെ, അതിൻ്റെ ഒറിജിനൽ പ്രൈസാണ് കോസ്റ്റ് പ്രൈസ്. കോസ്റ്റ് പ്രൈസ് എന്തിനാണ് നമ്മൾ കണ്ടുപിടിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇൻ കേസ് ഓഫ് സെയിൽ ഓഫ് ഗുഡ്സ് ഓൺ സ്മോൾ വാല്യൂ, ചെറിയ വാല്യൂവിൽ നമ്മൾ ഗുഡ്സ് നമ്മൾ സെയിലാക്കുമ്പം ഇൻട്രസ്റ്റ്, നമ്മൾ ഹയർ പർച്ചേസ് സിസ്റ്റത്തിൽ നമ്മൾ ഇൻട്രസ്റ്റ് എടുത്തിരുന്നു അല്ലേ. ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് ഏത് ഹയർ പർച്ചേസിനകത്ത്. പക്ഷേ ഈ സ്മോൾ ഗുഡ്സ് നമ്മൾ ഹയർ പർച്ചേസ് പോകുന്ന സമയത്ത് ആ ഇൻട്രസ്റ്റ് അല്ല നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. പിന്നെയോ നമുക്ക് ആ ഒരു ട്രാൻസാക്ഷനിലൂടെ ഉണ്ടാകുന്ന പ്രോഫിറ്റാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അസർട്ടൈൻ ചെയ്യുന്നത്. ഓക്കെ ആണോ? അപ്പം വാല്യൂ ഓഫ് interest is ignored and the profit is worked out on the basis of difference between cost price and the higher purchase price. അപ്പം ഈ ഒരു ട്രാൻസാക്ഷനിലൂടെ, അതായത് ഗുഡ്സ് നമ്മൾ സ്മോൾ ഗുഡ്സ് നമ്മൾ ഹയർ ചെയ്യുന്നതിലൂടെ നമുക്ക് എന്താണ്, നമുക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് കണ്ടുപിടിക്കുന്നതാണ് പ്രധാനമായിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ദ പ്രോഫിറ്റ് ഓർ ലോസ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കോസ്റ്റ് പ്രൈസ് ആൻഡ് ഹയർ പ്രൈസ്. കോസ്റ്റ് പ്രൈസും ഹയർ പർച്ചേസ് പ്രൈസും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ കോസ്റ്റ് പ്രൈസ് അത് വെച്ചാണ് നമ്മൾ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് കണ്ടുപിടിക്കുന്നത്. ഈ ഒരു ആക്ടിവിറ്റി പറയുന്നത്, അതായത് പ്രോഫിറ്റ് ലോസും കണ്ടുപിടിക്കുന്ന ഇതിന് പറയുന്ന പേരാണ് ലോഡിംഗ് എന്ന് പറയും. ഓക്കെ ആണ് ലോഡിംഗ്. ലോഡിംഗ് ഈസ് ജനറലി ഗിവൺ ഇൻ ടേംസ് ഓഫ് പെർസെൻറ്റേജ് ഓൺ കോസ്റ്റ് ഓർ ആസ് എ പെർസെൻറ്റേജ് ഓഫ് ഹയർ പർച്ചേസ് പ്രൈസ്. കോസ്റ്റ് പ്രൈസിൻ്റെയോ ഹയർ പർച്ചേസിൻ്റെയോ ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് ആയിട്ട്, ഒരു സർട്ടൺ പെർസെൻറ്റേജ് ആയിട്ട് പറയുന്ന വാല്യൂ ആണ് ഇത് ലോഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഗുഡ്സ് സോൾഡ് ഓൺ ഹയർ പർച്ചേസ്, അതായത് ഹയർ പർച്ചേസിലൂടെ നമ്മൾ വിൽക്കുന്ന ആ ഗുഡ്സിൻ്റെ എമൗണ്ട്. ഫോർ ദ പർപ്പസ് ഓഫ് ഫൈൻഡിങ് ഔട്ട് ദ പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ ദ ഹയർ പർച്ചേസ് ബിസിനസ് ഡ്യൂറിങ് ആൻ അക്കൗണ്ടിങ് പീരീഡ്. അതായത് പ്രോഫിറ്റ് ഒരു അക്കൗണ്ടിങ് ഇയറിൽ നമ്മൾ ഹയർ പർച്ചേസ് സിസ്റ്റത്തിലൂടെ നടത്തിയ ആ ഒരു പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നതിന് വി നീഡ് ടു ഫിഗർ ഓഫ് ദ വാല്യൂ ഓഫ് ഗുഡ്സ് സോൾഡ് ഓൺ ഹയർ പർച്ചേസ്. എത്ര രൂപയ്ക്ക് ഗുഡ്സ് നമ്മൾ ഹയർ പർച്ചേസ് ആയിട്ട് നമ്മൾ സെല്ല് ചെയ്തു നമുക്ക് അറിയണം. ഓക്കെ, ദെൻ ക്യാഷ് റിസീവ്ഡ്, അറിയാമല്ലോ നമുക്ക് എത്ര രൂപ, ഹൗ മച്ച് മണി വി റിസീവ്ഡ് ത്രൂ ദ ഹയർ പർച്ചേസ് സെയിൽസിലൂടെ നമുക്ക് എത്ര രൂപ കറണ്ട് ഇയറിൽ കിട്ടി എന്നുള്ളതാണ് ക്യാഷ് റിസീവ്ഡ്. Then higher purchase debtors. Higher purchase debtors is also known as installment due but not yet paid. Installment ആയി, പക്ഷേ നമ്മുടെ നിന്ന് സാധനം വാങ്ങിച്ചുകൊണ്ട്, പക്ഷേ അവർ ഇൻസ്റ്റാൾമെൻറ്റ് അടയ്ക്കേണ്ട സമയമായിട്ടും അവർ അടച്ചിട്ടില്ല. ഇതിനെയാണ് നമ്മൾ ഹയർ പർച്ചേസ് ഡെറ്റേഴ്സ് എന്ന് പറയും. അല്ലെങ്കിൽ എന്ത് പറയും, ഇൻസ്റ്റാൾമെൻറ്റ് ഡ്യൂ ബട്ട് നോട്ട് യെറ്റ് പെയ്ഡ്, അല്ലെങ്കിൽ ഇൻസ്റ്റാൾമെൻറ്റ് ഡ്യൂ കസ്റ്റമർ പേയിങ് എന്ന് പറയും. ഓക്കെ, ദസ് ഇറ്റ് റെഫേഴ്സ് ടു ദ ടോട്ടൽ എമൗണ്ട് ഓഫ് സച്ച് ഇൻസ്റ്റാൾമെൻറ്റ് വിച്ച് ഹാവ് ഫോളൻ ഡ്യൂ ഡ്യൂറിംഗ് ദി അക്കൗണ്ടിംഗ് പീരീഡ് ബട്ട് ഹാവ് നോട്ട് യെറ്റ് ബീൻ പെയ്ഡ് ബൈ ദ ഹയർ പർച്ചേസ് കസ്റ്റമർ. കൊടുക്കേണ്ട സമയമായിട്ടും ഒരു കസ്റ്റമർ നമുക്ക് ആ പൈസ ഹയർ പർച്ചേസിൻ്റെ എമൗണ്ട് തന്നിട്ടില്ലെങ്കിൽ നമ്മൾ പറയും ഹയർ പർച്ചേസ് ഡെറ്റേഴ്സ്, ഡ്യൂ ആയി ബട്ട് നോട്ട് പെയ്ഡ്. നെക്സ്റ്റ് വൺ, ഹയർ പർച്ചേസ് സ്റ്റോക്ക്. ഓക്കെ, എന്താണ് ഹയർ പർച്ചേസ് സ്റ്റോക്ക് എന്ന് നോക്കാം. ദ ഇൻസ്റ്റാൾമെൻറ്റ് വിച്ച് ഹാവ് നോട്ട് ബിക്കം ഡ്യൂ ഡ്യൂറിംഗ് ദി കറണ്ട് ഇയർ ഈസ് നോൺ ആസ് ഇൻസ്റ്റാൾമെൻറ്റ് നോട്ട് യെറ്റ് ഡ്യൂ ഓർ കറണ്ട് പർച്ചേസ് സ്റ്റോക്ക്. അതായത് നമുക്ക് കിട്ടേണ്ട സമയമായിട്ടില്ല, അതാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇതുവരെയായിട്ട് അത് ഡ്യൂ ആകാതിരിക്കുന്നതിനെയാണ് നമ്മൾ ഹയർ പർച്ചേസ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സ്പെഷ്യൽ ടേം യൂസ്ഡ് ഫോർ ദ ടോട്ടൽ എമൗണ്ട് ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ് വിച്ച് ഹാവ് നോട്ട് ബിക്കം ഡ്യൂ ഡ്യൂറിങ് ദി അക്കൗണ്ടിങ് ഇയർ. ഈ ഒരു അക്കൗണ്ടിങ് ഇയറിൽ കിട്ടേണ്ട സമയം ആകാത്ത, അല്ലെങ്കിൽ ഇതുവരെയായിട്ട് കിട്ടേണ്ട സമയമായിട്ടില്ല, അതുകൊണ്ട് നമുക്ക് കിട്ടിയിട്ടുമില്ല, കിട്ടേണ്ട സമയം ആകാതെ കിട്ടാതിരിക്കുന്ന
അതായത് ആ ടൈം അനുസരിച്ചല്ലേ നമുക്ക് അവരിൽ നിന്ന് ചോദിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ ഒരു ടൈം ആകാതെ നിൽക്കുന്ന പർച്ചേസിനെയാണ് ഹയർ പർച്ചേസ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ദെൻ സ്റ്റോക്ക് അറ്റ് ഷോപ്പ്. സ്റ്റോക്ക് അറ്റ് ഷോപ്പ് should not be confused with hire purchase stock. അതായത് സ്റ്റോക്ക് അറ്റ് ഷോപ്പും ഉണ്ട്, ഹയർ പർച്ചേസ് സ്റ്റോക്ക്. ഇത് രണ്ട് തമ്മിൽ കൺഫ്യൂസ് ആയി പോകരുത്. യു നോ ദാറ്റ് ഹയർ പർച്ചേസ് സ്റ്റോക്ക് റിപ്രസെൻറ്റ്സ് ദി ഇൻസ്റ്റാൾമെൻറ്റ് നോട്ട് യെറ്റ് ഫോൺ. ഹയർ പർച്ചേസ് സ്റ്റോക്ക് നമ്മൾ തൊട്ട് മുന്നേ നോക്കിയതാണ്. അതെന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻസ്റ്റാൾമെൻറ്റ് നോട്ട് യെറ്റ് ഫോളൺ ഡ്യൂ. നമുക്ക് ഇതുവരെയും ഡ്യൂ ആകാത്തതാണ് ഹയർ പർച്ചേസ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. പക്ഷേ സ്റ്റോക്ക് അറ്റ് ഷോപ്പ് എന്ന് പറയുന്നത്, ദി സ്റ്റോക്ക് അറ്റ് ഷോപ്പ് ഇസ് എ കോമൺ ടേം യൂസ്ഡ് ഫോർ അൺസോൾഡ് ഗുഡ്സ് ലൈങ് ഇൻ ദ സ്റ്റോർ. അതായത് നമ്മുടെ സ്റ്റോറിൽ വിൽക്കാതെ ഇട്ടിരിക്കുന്ന സ്റ്റോക്കിനെയാണ് നമ്മൾ സ്റ്റോക്ക് അറ്റ് ഷോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ രണ്ട് തമ്മിൽ മാറിപ്പോരുത്. ഇത്രയാണ് അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ടേംസ് വരുന്നത്. അപ്പം ഈ നമ്മൾ പ്രോഫിറ്റ് അസർട്ടൈൻ ചെയ്യുന്നതിന് നമ്മളൊരു ട്രേഡിംഗ് അക്കൗണ്ട് പോലെ ഒരു അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. അതിനകത്ത് ആദ്യത്തെ നിങ്ങൾ നോക്കണ്ട, രണ്ടാമത്തെ നോക്കിയാൽ മതി. അത് നോക്കിക്കേ, കാരണം ബാക്കിയുള്ള ടെക്സ്റ്റിൽ ബാക്കിയുള്ളതൊക്കെ ഈ രണ്ടാമത്തെ മെത്തേഡിലാണ് സോൾവ് ചെയ്ത് ഞാൻ കണ്ടത്. ഹയർ പർച്ചേസ് ട്രേഡിംഗ് അക്കൗണ്ട് എന്നാണ് ആ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ പേര്. ഇതിൻ്റെ ഡെബിറ്റ് സൈഡ് ഐറ്റംസും ക്രെഡിറ്റ് സൈഡ് ഐറ്റംസും നമുക്കൊന്ന് നോക്കാം. ഡെബിറ്റ് സൈഡിൽ ടു ഹയർ പർച്ചേസ് സ്റ്റോക്ക്, ഓപ്പണിംഗ് സ്റ്റോക്കാണ്. ദെൻ ഹയർ പർച്ചേസ് ഡെറ്റേഴ്സ്, അതും ഓപ്പണിംഗ് ആണ്. ഓക്കെ, ക്രെഡിറ്റ് സൈഡിൽ ബൈ ക്യാഷ് റിസീവ്ഡ്, ബൈ ഗുഡ്സ് റീപൊസസ്ഡ്, അതായത് ഇൻസ്റ്റാൾമെൻറ്റ് ഫെയിൽ ആക്കിയത് കൊണ്ട് നമ്മൾ പിടിച്ചെടുത്ത ഗുഡ്സ് ഉണ്ടെങ്കിൽ അത്. ദെൻ ഹയർ പർച്ചേസ് സ്റ്റോക്ക് ക്ലോസിംഗ്, ഹയർ പർച്ചേസ് ഡെറ്റേഴ്സ് ക്ലോസിംഗ്. ഇത്രയും ചെയ്താൽ മതി. ബാലൻസിങ് ഫിഗറായിട്ട് ഗുഡ്സ് സോൾഡ് ഓൺ HP ഹയർ പർച്ചേസ്. ഓക്കെ ആണോ? ഇനി സെക്കൻഡ് പാർട്ടിൽ ടു ലോസ് ഓൺ ഗുഡ്സ് റീപൊസസ്ഡ്, അത് ഉണ്ടെങ്കിൽ മതി. അതായത് ദാറ്റ് ഇസ് ഡിഫറൻസ് ബിറ്റ്വീൻ മാർക്കറ്റ് വാല്യൂ ഓർ കോസ്റ്റ് ആൻഡ് അൺപെയ്ഡ് ഇൻസ്റ്റാൾമെൻറ്റ്. ലോസ് ഓൺ ഗുഡ്സ് അത് റയറായിട്ടേ വരാറുള്ളൂ. ദെൻ ഡെബിറ്റ് സൈഡിൽ തന്നെ ടു സ്റ്റോക്ക് റിസർവ്, അതായത് ലോഡിംഗ് ഓൺ ക്ലോസിംഗ് ഹയർ പർച്ചേസ് സ്റ്റോക്ക്. ദെൻ എക്സ്പെൻസസ്, ഏതെങ്കിലും ടൈപ്പിലുള്ള എക്സ്പെൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഡെബിറ്റ് ചെയ്യണം. ക്രെഡിറ്റ് നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് റിസർവ് എഴുതണം. ലോഡിംഗ് ഓൺ ഓപ്പണിംഗ് HP സ്റ്റോക്ക്. ലോഡിംഗ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുതരാം കേട്ടോ, അത് കാൽക്കുലേഷനിൽ വരുന്നുണ്ട്. ഞാനിപ്പോൾ ഫോർമാറ്റ് പറയുന്നതേ ഉള്ളൂ. ലോഡിംഗ് ഓൺ ഓപ്പണിംഗ് HP സ്റ്റോക്ക് ബൈ സ്റ്റോക്ക് റിസർവ്. ദെൻ ബൈ ഗുഡ്സ് സോൾഡ് ഓൺ ഹയർ പർച്ചേസ് ലോഡിംഗ്. അതിൻ്റെ പ്രോഫിറ്റ് ആണെങ്കിൽ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് കിട്ടും. അത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. Section 5 ആണ്. Capital Electronics and Company started business on 1/1/2018 for selling electronic goods on hire purchase. ഹയർ പർച്ചേസ് ബേസിൽ ഇലക്ട്രോണിക് ഗുഡ്സ് അവർ സെല്ല് ചെയ്യുന്ന ഒരു ബിസിനസ്സാണ് അവരുടേത്. ഡ്യൂറിംഗ് ദ ഇയർ എൻഡ് 31st December 2018, the following transactions were made. Krishna purchased a TV costing 3,000 and 4,500 payable rupees 1,500 as down payment, and the balance in 12 monthly ഇൻസ്റ്റാൾമെൻറ്റ് ഓഫ് 250 ഈച്ച്. അതായത് TV ആണ് വിറ്റേക്കുന്നത്. എത്ര രൂപയ്ക്കാണ്? 3,000 at 4,500. 3,000 അതിൻ്റെ കോസ്റ്റ് പ്രൈസ്. പക്ഷേ നമ്മളത് എത്ര രൂപയ്ക്കാണ് വിൽക്കുന്നത്? 4,500 രൂപയ്ക്കാണ് നമ്മളത് വിൽക്കുന്നത്. പേയബിൾ 1,500 ആസ് ഡൗൺ പേയ്മെൻറ്റ്. 1,500 ഡൗൺ പേയ്മെൻ്റ് ആയിട്ടും കൊടുക്കണം. ബാക്കി 12 മാസത്തെ ഇൻസ്റ്റാൾമെൻ്റ് എടുത്ത് 250 വീതം നമ്മൾ അടച്ച് തീർക്കണം. രണ്ടാമത്തേത് വിം പർച്ചേസ് 1 ഗ്രൈൻഡർ കോസ്റ്റിംഗ് 1,000. ഗ്രൈൻഡറാണ് വിം വാങ്ങിച്ചത്. 1,000 ആണ് അതിൻ്റെ പ്രൈസ്. പക്ഷേ നമ്മൾ 1,500 രൂപയ്ക്കാണത് വാങ്ങിക്കുന്നത്. പേയബിൾ 300 ആസ് ഡൗൺ പേയ്മെൻറ്റ്. 300 രൂപ ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് കൊടുത്തു. ആൻഡ് ദ ബാലൻസ് ഇൻ 12 months ഇൻസ്റ്റാൾമെൻറ്റ്സ്. ബാക്കി 100 രൂപ വെച്ച് ബാക്കി ഒരു വർഷം 12 മാസം എടുത്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. Then C. Arjun purchased a refrigerator costing 2,400. 2,400 രൂപയുടെ റെഫ്രിജറേറ്ററാണ്. 3,000 രൂപയ്ക്കാണ് അത് പർച്ചേസ് ചെയ്യുന്നത്. പേയബിൾ ₹600 ആസ് ഡൗൺ പേയ്മെൻറ്റ്. 600 രൂപ ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് കൊടുത്തു. ആൻഡ് ബാലൻസ് ഇൻ 12 monthly ഇൻസ്റ്റാൾമെൻറ്റ് ഓഫ് 200. 200 രൂപ വെച്ച് ബാലൻസ് ആയിട്ട് അടുത്ത 12 വർഷത്തിനുള്ളിൽ 12 മാസങ്ങൾ കൊണ്ട് കൊടുത്തു തീർക്കാമെന്ന് പറയുന്നു. As on 31st December 2018, Krishna could not pay one installment out of. ഇനി കൃഷ്ണൻ്റെ കാര്യം നോക്കിക്കേ. കൃഷ്ണ could not pay one installment out of 7 installment due. അതായത് കൃഷ്ണ ഒരു ഇൻസ്റ്റാൾമെൻറ്റ് കൊടുത്തില്ല. അപ്പോൾ ടോട്ടൽ എത്രയാണ്? ഔട്ട് ഓഫ് 7 എന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് 7 ഇൻസ്റ്റാൾമെൻറ്റും ഡ്യൂ ആയി. മനസ്സിലാവുന്നുണ്ടോ? 7 ഇൻസ്റ്റാൾമെൻറ്റ് ഡ്യൂ ആയി. അതിൽ 6 എണ്ണവേ അയാൾക്ക് കൊടുത്തുള്ളൂ. 7ാമത്തെ അയാൾക്ക് ഏഴാമത്തെ അല്ല, ഒരെണ്ണം അയാൾക്ക് കൊടുക്കാൻ പറ്റിയില്ല. ടോട്ടൽ 7 ഇൻസ്റ്റാൾമെൻറ്റ് ഡ്യൂ ആയി. അതിലൊന്നും അയാൾ കൊടുത്തിട്ടില്ല. ഓക്കെ ആണോ? അപ്പോൾ താഴെ കാൽക്കുലേഷൻ ഞാൻ കൂടെ കൊടുത്തിട്ട് നോക്കിക്കേ.
ആദ്യം നമുക്ക് വർക്കിംഗ് നോട്ട്സ് നോക്കണം. നമുക്ക് ക്വസ്റ്റ്യനും ഇതും കൂടെ ഡിസ്കസ് ചെയ്ത് പോകാമേ. ഗുഡ്സ് സോൾഡ് ഓൺ ഹയർ പർച്ചേസ്, അതായത് നമ്മൾ ഗുഡ്സ് സോൾഡ് ഓൺ ഹയർ പർച്ചേസ് നമ്മൾ കണ്ടുപിടിക്കണം. ട്രേഡിംഗ് അക്കൗണ്ടിലോട്ട് ആ വാല്യൂ നമുക്ക് കാണിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ആദ്യത്തെ ടി വി പർച്ചേസ് ബൈ കൃഷ്ണ ടി വി പർച്ചേസ് ചെയ്ത്, ശരിയല്ലേ? എത്ര രൂപയ്ക്കാണ് ടി വി പർച്ചേസ് ചെയ്ത്? ആദ്യത്തെ കേസ് നോക്കിക്കേ, 3000 രൂപയുടെയാണ്. പക്ഷെ നമ്മൾ കൃഷ്ണ എത്ര രൂപയ്ക്ക് വാങ്ങിച്ചു? 4500. ഓക്കെ ആണോ? 4500. ദെൻ ഗ്രൈൻഡർ പർച്ചേസ്ഡ് ബൈ വിം എന്താ? ഗ്രൈൻഡറാണ് പർച്ചേസ് ചെയ്തത്. ആക്ച്വൽ കോസ്റ്റ് 1000, പക്ഷേ അയാൾ എത്ര രൂപയ്ക്കാണ് അതെടുത്തത്? 1500. അപ്പം വിമ്മിൻ്റെ 1500. ദെൻ റെഫ്രിജറേറ്റർ പർച്ചേസ്ഡ് ബൈ അരുൺ. റെഫ്രിജറേറ്റർ 2400-ൻ്റെയാണ്, പക്ഷേ എത്ര രൂപയ്ക്കാണ് അത് വാങ്ങിച്ചത്? 3000 രൂപയ്ക്ക്. സോ റെഫ്രിജറേറ്റർ പർച്ചേസ്ഡ് ബൈ അർജുൻ 3000. അപ്പം 4500, 1500, 3000. ടോട്ടൽ എത്ര വരും? 9000. ഓക്കെ ആണോ? ഇനി ക്യാഷ് റിസീവ്ഡ് നോക്കിക്കേ. ക്യാഷ് റിസീവ് ചെയ്തത് കൃഷ്ണ ഇൻസ്റ്റാൾമെൻറ്റ് എത്രയാണെന്നാണ് പറഞ്ഞത്? 1500 പേയ്മെൻറ്റ് ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് കൃഷ്ണൻ്റെ കാര്യത്തിൽ, ഡൗൺ പേയ്മെൻറ്റ്. ബാലൻസ് അപ്പോൾ നോക്കണം, 4500 നമ്മുടെ ടോട്ടൽ പ്രൈസ്. ഈ 4500-ൽ 1500 നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തു? നമ്മൾ ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് കൊടുത്തു. ഇനി എത്ര രൂപയും കൂടെ ഉള്ളത്? അതായത് 4500 മൈനസ് 1500. 1500 നമ്മുടെ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എത്ര രൂപയും കൂടെ നമ്മൾ കൊടുക്കണം? 3000 രൂപയും കൂടെ നമ്മൾ കൊടുക്കാനുണ്ട്. കൃഷ്ണൻ നമ്മുടെ ഫേമിന് കൊടുക്കാനുണ്ട് അല്ലേ? അത് എത്ര ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് തരാമെന്ന് പറഞ്ഞത്? 250 വീതം ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് 12 മാസം കൊണ്ട് അടച്ചോളാമെന്ന് വെച്ചു. അങ്ങനെയാണെങ്കിൽ ഈ 250 രൂപ വെച്ച് എത്ര ഇൻസ്റ്റാൾമെൻറ്റ് അയാൾ കൊടുത്ത് കാണും? ടോട്ടൽ അയാൾ നോക്കി, ക്യാഷ് റിസീവ്ഡിൻ്റെ വർക്കിംഗ് നോട്ട് നോക്കിക്കേ. ഫ്രം കൃഷ്ണ ആദ്യം എത്ര രൂപ കൊടുത്തു? 1500. ദാറ്റ് ഈസ് ദ ഡൗൺ പേയ്മെൻറ്റ്. ഓക്കെ ആണല്ലോ? പ്ലസ് ഡൗൺ പേയ്മെൻറ്റ് 1500 എന്തായാലും കിട്ടി. പ്ലസ് എത്ര രൂപ ഇൻസ്റ്റാൾമെൻറ്റ് കൊടുക്കണം? 250 അല്ലേ? അപ്പോൾ 250, 250 ഇൻറ്റു എത്ര ഇൻസ്റ്റാൾമെൻറ്റ് അയാൾ കൊടുത്തു? നമ്മളോട് പറഞ്ഞേക്കുന്നത് നോക്കിക്കേ, ആസ് ഓൺ 31st December 2018 കൃഷ്ണ കുഡ് നോട്ട് പേ 1 ഇൻസ്റ്റാൾമെൻറ്റ് ഔട്ട് ഓഫ് 7. ആ സെൻറ്റൻസ് നമ്മൾ ശ്രദ്ധിക്കണം. 7 എണ്ണത്തിനകത്ത് 6 എണ്ണം കൊടുക്കാൻ പറ്റിയില്ല. അപ്പം എത്ര എണ്ണം കൊടുത്തു? ആക്ച്വലി 6 എണ്ണം കൊടുത്തു അല്ലേ? അപ്പം 1500 പ്ലസ് 250 ഇൻറ്റു 6, അപ്പോൾ എത്ര വരും? 3000 രൂപ കൃഷ്ണൻ്റെ അടുത്തു നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ആളുടെ നോക്കിക്കേ. വിമ്മിൻ്റെ കാര്യം എന്താ? വിം ഡൗൺ പേയ്മെൻറ്റ് എത്ര കൊടുത്തേ? ഡൗൺ പേയ്മെൻറ്റ് 300 രൂപ കണ്ടോ? 300 ആസ് ഡൗൺ പേയ്മെൻറ്റ്. അപ്പോൾ നോക്കിക്കേ, ക്യാഷ് റിസീവ്ഡിൻ്റെ അവിടെ വിമ്മിൻ്റെ 300 പ്ലസ് 300 മാത്രമല്ല, പിന്നെന്താ പറയുക? താഴോട്ട് നോക്കിക്കേ. അതായത് വിം കുഡ് നോട്ട് പേ 1 ഇൻസ്റ്റാൾമെൻറ്റ് ഔട്ട് ഓഫ് 5 ഇൻസ്റ്റാൾമെൻറ്റ്. വിമ്മിൻ്റെ ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് എത്രയാ? 100 അല്ലേ? അപ്പോൾ ആ 100 രൂപയിൽ വിം കുഡ് നോട്ട് പേ 1 ഇൻസ്റ്റാൾമെൻറ്റ് ഔട്ട് ഓഫ് 5. അതായത് മൊത്തം 5 ഇൻസ്റ്റാൾമെൻ്റ് ആണ് വിമ്മിന് ഡ്യൂ ആയത്. പക്ഷെ അതിനകത്ത് ഒരെണ്ണം വിം കൊടുത്തില്ല. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്രയേ വിം കൊടുത്തിട്ടുള്ളൂ? 4 ഇൻസ്റ്റാൾമെൻ്റ് അല്ലേ കൊടുത്തിട്ടുള്ളൂ. സോ 100 ഇൻറ്റു 4, അതായത് ഡൗൺ പേയ്മെൻറ്റ് പ്ലസ് ഇൻസ്റ്റാൾമെൻറ്റ്. ഡൗൺ പേയ്മെൻറ്റ് 300 പ്ലസ് ഇൻസ്റ്റാൾമെൻറ്റ് 100 ഇൻറ്റു 4, 700 വരും. ഇനി ലാസ്റ്റത്തെ ആളുടെ അർജുൻ്റെ ഡൗൺ പേയ്മെൻറ്റ് എത്രയാ? 600 ആണ്. അപ്പോൾ അതാ നോക്കിക്കേ, ഫോർ അർജുൻ, ഫ്രം അർജുൻ 600 പ്ലസ് അർജുൻ്റെ ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് എത്രയാ? 200 ആണ് അർജുൻ്റെ ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ്. ഇനി അർജുൻ്റെ ഡ്യൂ എമൗണ്ട് നോക്കിക്കേ. ആൻഡ് അർജുൻ കുഡ് നോട്ട് പേ ദ 2 ഇൻസ്റ്റാൾമെൻറ്റ് ഔട്ട് ഓഫ് 8 ഇൻസ്റ്റാൾമെൻറ്റ് ഡ്യൂ. അതായത് 8 ഇൻസ്റ്റാൾമെൻറ്റ്സ് അർജുന് ഡ്യൂ ആയിട്ടുണ്ട്. അതിൽ അർജുൻ എത്ര എണ്ണം കൊടുത്തില്ല? കുഡ് നോട്ട് പേ 2 ഇൻസ്റ്റാൾമെൻറ്റ്, 2 എണ്ണം കൊടുത്തില്ല. 8 എണ്ണം ഡ്യൂ ആയി, 2 എണ്ണം കൊടുത്തില്ല. അപ്പോൾ കൊടുത്ത എത്ര മാത്രമേ ഉള്ളൂ? 6 എണ്ണമല്ലേ കൊടുത്തുള്ളൂ അല്ലേ? അപ്പോൾ ഫ്രം അർജുൻ 600 പ്ലസ് 200 ഇൻറ്റു 6, 1800. അപ്പം ടോട്ടൽ ഈ 3 പേരുടെ അടുത്തു നിന്നും എത്ര രൂപ കമ്പനിക്ക് കിട്ടി? 5500 രൂപ കമ്പനിക്ക് കിട്ടി. ഓക്കെ, അപ്പം ഗുഡ്സ് സോൾഡ് ഓൺ ഹയർ പർച്ചേസ് എത്രയാണ്? 9000. ക്യാഷ് റിസീവ്ഡ് എത്രയാണ്? 5500. ഇത് എമൗണ്ട് ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ് ഡ്യൂ ബട്ട് നോട്ട് പെയ്ഡ്. ഇനി കിട്ടാത്തൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. ഫ്രം കൃഷ്ണൻ്റെ അടുത്തു നിന്ന് എന്താ പറഞ്ഞേ? കൃഷ്ണ എത്രയാണ് കൊടുക്കാൻ? ഞാൻ മൊത്തം 7 ഇൻസ്റ്റാൾമെൻറ്റ്, അതിനകത്തുനിന്ന് 1 അല്ലേ കൊടുക്കാത്തുള്ളൂ. അതുകൊണ്ട് കൃഷ്ണൻ്റെ ഇൻസ്റ്റാൾമെൻറ്റ് ഇൻറ്റു 1, കാരണം 7 മൈനസ് 6 1. അപ്പോൾ 250 ഇൻറ്റു 1 250. 7 ഇൻസ്റ്റാൾമെൻ്റ് ആയിരുന്നു, അതിനകത്തുനിന്ന് ഒരെണ്ണം കൊടുത്തില്ല. അപ്പം കൊടുക്കാത്ത ഏതാ? അൺപെയ്ഡ് എത്ര? 1.
ദെൻ വിമ്മിന് എത്ര? വിമ്മിനോട് പറഞ്ഞത് വിമ്മിന് 5 എണ്ണമായിരുന്നു. ക്വസ്റ്റ്യൻ ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കോണേ. 5 ഇൻസ്റ്റാൾമെൻ്റ് ആയിരുന്നു വിമ്മിന്. അതിനകത്ത് വിം ഒരെണ്ണം കൊടുത്തില്ല. എഗെയിൻ വിം ഒരെണ്ണമല്ലേ കൊടുക്കാത്തുള്ളൂ. സോ 100 × 1. ഇനി അർജുൻ എന്ന് വെച്ചാൽ 8 ഇൻസ്റ്റാൾമെൻ്റ് ആയിരുന്നു. അതിനകത്തുനിന്ന് 2 എണ്ണമാണ് അർജുൻ കൊടുക്കാഞ്ഞ്. അപ്പം അർജുൻ്റെത് 200 × 2. അപ്പോൾ അതിൻ്റെ എല്ലാം കൂടെ ടോട്ടൽ എത്ര എന്ന് വരും? 750. ഓക്കെ ആണോ? ദെൻ എമൗണ്ട് ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ് വിച്ച് ആർ നോട്ട് ഡ്യൂ. ഇനി ഡ്യൂ ആകാത്ത ഇൻസ്റ്റാൾമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ വിളിച്ചിട്ടില്ലാത്ത ഡ്യൂ ആകാത്തതെന്ന് ചോദിച്ചാൽ കൃഷ്ണൻ്റെ അടുത്തുനിന്ന് ടോട്ടൽ മൊത്തം ഓർക്കണം 12 മാസങ്ങളാണ്. 12 മാസത്തെ ഇൻസ്റ്റാൾമെൻറ്റിലൂടെ തരാമെന്നാണ് പറഞ്ഞത്. ഇവിടെ കൃഷ്ണയുടെ അടുത്തുനിന്ന് എത്ര ഇൻസ്റ്റാൾമെൻറ്റേ കമ്പനി വിളിച്ചിട്ടുള്ളൂ? 7 ഇൻസ്റ്റാൾമെൻറ്റേ വിളിച്ചിട്ടുള്ളൂ. ശരിയല്ലേ? അവിടെ പറയുന്നുണ്ട് 7 ഇൻസ്റ്റാൾമെൻ്റ് എന്ന്. അങ്ങനെയാണെങ്കിൽ ഇനി എത്ര ഇൻസ്റ്റാൾമെൻ്റ് കൂടെ വിളിക്കാനുണ്ട്? നോട്ട് ഡ്യൂ ആകാത്ത എത്ര എണ്ണമാ? മൊത്തം 12 അല്ലേ? അതിൽ 7 വിളിച്ചു എന്ന് പറയുമ്പോൾ ഡ്യൂ ആകാത്ത എത്ര? 5. ഇപ്പോൾ 250 × 5 1250. ഇനി വിമ്മിൻ്റെ അടുത്ത് 5 ഇൻസ്റ്റാൾമെൻറ്റ് ഡ്യൂ ആയി. അപ്പോൾ ഇനി ബാക്കി എത്രയും കൂടെ ഉണ്ട്? 7. ഓക്കെ, അപ്പോൾ 1100 × 7. ദെൻ അർജുൻ്റെ അടുത്തുനിന്ന് 8 ഇൻസ്റ്റാൾമെൻറ്റും ഡ്യൂ ആയി അല്ലേ? അപ്പോൾ ഇനി എത്രയും കൂടെ ഉണ്ട്? 4. 8 4 അല്ലേ 12. സോ 200 × 4 800. അപ്പോൾ അതിൻ്റെയും ടോട്ടൽ എടുക്കുന്നു 2750. ഇതിൻ്റെ എല്ലാം ടോട്ടൽ നമുക്ക് അക്കൗണ്ടിലോട്ട് മാറ്റേണ്ട കേട്ടോ, അതുകൊണ്ട് ശ്രദ്ധിച്ച് ചെയ്യണേ. ദെൻ ഈ ലോഡിംഗ് പ്രൈസ് കണ്ടുപിടിക്കാൻ പോകണം. ഓൺ ഗുഡ്സ് സോൾഡ് ഓൺ ഹയർ പർച്ചേസ്. അത് ലോഡിംഗ് എമൗണ്ട് കണ്ടുപിടിക്കുന്നത് ഹയർ പർച്ചേസ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ്. ഹയർ പർച്ചേസ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ്. ഹയർ പർച്ചേസ് പ്രൈസ് എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട് 4500, 1500, പിന്നെ 3000. ഇതാണ് ഹയർ പർച്ചേസ് പ്രൈസ് എന്ന് പറയുന്നത്. അതിനകത്തുനിന്ന് എന്ത് ലെസ് ചെയ്യണം? മൈനസ് കോസ്റ്റ് പ്രൈസ്. അതായത് ആക്ച്വലി കമ്പനി അത് അതിൻ്റെ ഒറിജിനൽ കോസ്റ്റ് എത്രയാണോ അതിനെയാണ് കോസ്റ്റ് പ്രൈസ്. അത് ആ ക്വസ്റ്റനിൽ തന്നെ കിടപ്പുണ്ട്. ഓരോ ഇതായിട്ട് നോക്കിക്കേ. കൃഷ്ണ പർച്ചേസ് TV കോസ്റ്റിംഗ് 3000 കണ്ടോ? അപ്പോൾ അതിൻ്റെ കോസ്റ്റ് എത്രയാണ്? 3000. ദെൻ രണ്ടാമത്തത് വിം പർച്ചേസ് ഗ്രൈൻഡർ കോസ്റ്റിംഗ് 1000. അപ്പോൾ അതിൻ്റെ കോസ്റ്റ് പ്രൈസ് 1000. ദെൻ അർജുൻ പർച്ചേസ് റെഫ്രിജറേറ്റർ കോസ്റ്റിംഗ് 2400. അപ്പോൾ അതിൻ്റെ കോസ്റ്റ് പ്രൈസ് എത്രയാണ്? 2400. അപ്പോൾ ഹയർ പർച്ചേസ് മൈനസ് കോസ്റ്റ് പ്രൈസ്. അത് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടും? ലോഡിംഗ് പ്രൈസ് എത്ര കിട്ടും? 2600 എന്ന് കിട്ടും. ഇനി ഓൺ ഹയർ പർച്ചേസ് സ്റ്റോക്ക് ക്ലോസിങ്ങിൻ്റെ ലോഡിംഗ് എമൗണ്ട് കണ്ടുപിടിക്കാനായിട്ട് പോവാണ്. അത് കണ്ടുപിടിച്ചേ. കൃഷ്ണയുടെ കണ്ടുപിടിക്കുന്നത് ആദ്യം അപ്പം 2 കോളമായിട്ടൊന്ന് ക്ലാസിഫൈ ചെയ്യണം. കൃഷ്ണ ആദ്യത്തേത് 3 ബയേഴ്സും കൃഷ്ണ, വിം ആൻഡ് അർജുൻ. ആദ്യത്തേത് ഹയർ പർച്ചേസ് സ്റ്റോക്ക് പ്രൈസ്. ഹയർ പർച്ചേസ് സ്റ്റോക്ക് പ്രൈസ് എന്ന് വെച്ചാൽ അത് നമ്മൾ തൊട്ട് മേളിൽ കണ്ടുപിടിച്ച് വെച്ചിട്ട് ഇതാണ് ഹയർ പർച്ചേസ് സ്റ്റോക്ക് എമൗണ്ട് എന്ന് പറയുന്നത്. 1250, 700, 800. അത് താഴെ 3 പേരുടെയും എഴുതുന്നു. ഇനി ലോഡിംഗ് പ്രൈസ് കണ്ടുപിടിക്കാൻ പോവുകയാണ്. ലോഡിംഗ് പ്രൈസ് കണ്ടുപിടിക്കുന്നത് ഹയർ പർച്ചേസ് സ്റ്റോക്ക് റുപ്പീസ്. ദെൻ ലോഡിങ്ങിനകത്ത് കണ്ടുപിടിക്കുന്നത് നോക്കിക്കേ എത്ര രൂപയ്ക്കാണ് ഇവരിത് വിറ്റത്. കൃഷ്ണയുടെ നോക്കുകയാണെങ്കിൽ 1500 ഏത് 4500 രൂപയ്ക്കല്ലേ ആക്ച്വലി അത് പേയബിൾ ആയത്, അവരത് വിറ്റത്. അപ്പോൾ അതിൻ്റെ ആക്ച്വൽ കോസ്റ്റ് പ്രൈസ് എത്രയായിരുന്നു? കോസ്റ്റ് പ്രൈസ് എത്രയാണ്? 3000 അല്ല. ഓക്കെ, അപ്പോൾ 4500 മൈനസ് 3000 1500. കൃഷ്ണയുടെ പർച്ചേസ് പ്രൈസ് പേയബിൾ 4500 ആണ്. പക്ഷേ അതിൻ്റെ ആക്ച്വൽ പ്രൈസ് 3000 ആണ്. സോ 4500 മൈനസ് 3000 ഡിഫറൻസ് എത്രയാണ്? 1500. സോ 1500 ഡിവൈഡഡ് ബൈ അത് സെയിൽ പ്രൈസ് ദാറ്റ് ഈസ് 4500 ഇൻറ്റു HP സ്റ്റോക്ക് ഹൈ പർച്ചേസ് സ്റ്റോക്ക് പ്രൈസ് എത്രയാണ്? 1250. അപ്പോൾ എമൗണ്ട് 417. ദെൻ വിമ്മിൻ്റെത് HP സ്റ്റോക്ക് പ്രൈസ് 700 തൊട്ട് മേളിൽ അതിൻ്റെ കാൽക്കുലേഷൻ ഉണ്ട് 700. ഇനി വിമ്മിൻ്റെ ട്രാൻസാക്ഷൻ നോക്കിക്കേ. വിമ്മിൻ്റെത് കോസ്റ്റ് 1000 ആണ്, പക്ഷേ അത് വിറ്റത് 1500. അപ്പോൾ ഡിഫറൻസ് എത്രയാണ്? 500. അവിടെ ബ്രാക്കറ്റിൽ കാണിച്ചേക്കണം 1500 മൈനസ് 500 എന്നുള്ളത്. 1500 മൈനസ് 1000 എന്നുള്ളത് ഡിഫറൻസ് 500. ദെൻ അതിൻ്റെ ഇനീഷ്യൽ പ്രൈസ് അതായത് ഒറിജിനൽ സെല്ലിംഗ് പ്രൈസ് ദാറ്റ് ഈസ് 1500 ഇൻറ്റു ഹയർ പർച്ചേസ് പ്രൈസ് എത്രയാണ്? 700. അപ്പോൾ നമുക്ക് 233 എന്ന് വരും. ദെൻ അർജുൻ്റെ നോക്കുകയാണെങ്കിൽ അർജുൻ്റെത് സെല്ലിംഗ് പ്രൈസ് 3000 ആണ്. 3000 പക്ഷേ കോസ്റ്റ് പ്രൈസ് 2400. അപ്പം 3000 മൈനസ് 2400 എത്രയാണ് ഡിഫറൻസ് വരുന്നത്? 600. സോ 600 ഡിവൈഡഡ് ബൈ അതിൻ്റെ സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? 3000 ഇൻറ്റു എത്ര HP പ്രൈസ് എത്ര? 800. അപ്പം 160. അപ്പോൾ ടോട്ടൽ നമുക്ക് എത്ര കിട്ടും? 810.
ഓക്കെ ആണോ? ഇത്രയാണ് ഇതിൻ്റെ കാൽക്കുലേഷൻ വരുന്നത്. ടു ഗുഡ്സ് സോൾഡ് ഓൺ, അതായത് നമുക്ക് ടോട്ടൽ നമ്മൾ ആദ്യത്തെ വർക്കിംഗ് നോട്ടിൽ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് ഗുഡ്സ് സോൾഡ് ഓൺ ഹയർ പർച്ചേസ് എത്രയാ? 90,000. ഓക്കെ ആണോ? ഗുഡ്സ് സോൾഡ് ഓൺ ഹയർ പർച്ചേസ് 90,000 ഡെബിറ്റ് സൈഡിൽ. ഇനി ക്രെഡിറ്റ് സൈഡിൽ ക്യാഷ് റിസീവ്ഡ്, അതിൻ്റെയും കാൽക്കുലേഷൻ ഉണ്ട് വർക്കിംഗ് നോട്ടിൽ 5,500. ഇവിടെ ഗുഡ്സ് റീപൊസസ്ഡ് ഒന്നും വരുന്നില്ല, അതുകൊണ്ട് ആ കോളം നില്ലായിട്ട് ഇടുക. ദെൻ ബൈ ഹയർ പർച്ചേസ് സ്റ്റോക്ക് ക്ലോസിംഗ് ഹയർ പർച്ചേസ് എത്രയാണ് വരുന്നത്? ക്ലോസിംഗ് ഹയർ പർച്ചേസ് അതിൻ്റെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. വർക്കിംഗ് നോട്ട്സ് നമ്പർ ഡി ആണ്. എമൗണ്ട് ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ് വിച്ച് ആർ നോട്ട് ഡ്യൂ, അതായത് 2,750 ക്ലോസിംഗ് ആണ്. ദെൻ ഹയർ പർച്ചേസ് ഡെറ്റേഴ്സ് ക്ലോസിംഗ് അതിൻ്റെ വർക്കിംഗ് നോട്ട് ഡി ആണ്, വർക്കിംഗ് നോട്ട് സി 750. ഓക്കെ ആണോ? ഇത്രയും അവിടെ എഴുതി ചെയ്യുക. ദെൻ ഇപ്പോഴത്തെ താഴത്തെ സൈഡിലേക്ക് ടു സ്റ്റോക്ക് റിസർവ് ഏറ്റവും ലോഡിംഗ് പ്രൈസ് നമ്മൾ കണ്ടുപിടിച്ചില്ല ഏറ്റവും ലാസ്റ്റായിട്ട്, അതാണ് ടു സ്റ്റോക്ക് റിസർവ്. ലോഡിംഗ് ഓൺ ക്ലോസിംഗ് ഹയർ പർച്ചേസ് സ്റ്റോക്ക് അത് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് സെപ്പറേറ്റ് ആയിട്ട് 810. ഇനി ക്രെഡിറ്റ് സൈഡിൽ ബൈ ഗുഡ്സ് സോൾഡ് ഓൺ ഹയർ പർച്ചേസ് ക്ലോസിംഗ് വർക്കിംഗ് നോട്ട് ഇ ആണ്. വർക്കിംഗ് നോട്ട് ഇക്കകത്ത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ക്ലോസിങ്ങിൻ്റെത് 2,600. ബൈ ഗുഡ്സ് സോൾഡ് ഓൺ ഹയർ പർച്ചേസ് 2,600. ദെൻ ഡിഫറൻസ് വരുന്നത് ടു നെറ്റ് പ്രോഫിറ്റ് ട്രാൻസ്ഫർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എത്രയാണ് നമുക്ക് വരുന്നത്? 1,790 രൂപ. അടുത്തത് സ്റ്റോക്ക് ആൻഡ് ഡെറ്റർ സിസ്റ്റം ആണ് അടുത്തത്. ദ പ്രോഫിറ്റ് ഓർ ലോസ് ഫോർ ആൻ അക്കൗണ്ടിംഗ് പീരീഡ് ഓൺ ഗുഡ്സ് ഓഫ് സ്മോൾ വാല്യൂ സോൾഡ് ഓൺ ഹയർ പർച്ചേസ് ബേസിസ് ക്യാൻ ഓൾസോ ബി അസർടൈൻഡ് ബൈ അനദർ മെത്തേഡ് കോൾഡ് സ്റ്റോക്ക് ആൻഡ് ഡെറ്റർ സിസ്റ്റം. അപ്പോൾ മുമ്പേ നമ്മൾ കണ്ടുപിടിച്ചത്, അതായത് സ്മോൾ ഗുഡ്സ് നമ്മൾ ഹയർ ചെയ്യുമ്പോൾ എമൗണ്ട് അല്ലേ, പ്രോഫിറ്റ് ആണോ ലോസ് ആണോ, അത് നമുക്ക് ഇനി വേറൊരു രീതിയിൽ ഈ മെത്തേഡ്, അതായത് സ്റ്റോക്ക് ആൻഡ് ഡെറ്റർ സിസ്റ്റത്തിലൂടെ നമുക്ക് കണ്ടുപിടിക്കാം. അണ്ടർ ദിസ് സിസ്റ്റം വി മേക്ക് യൂസ് ഓഫ് ദി 4 control accounts versus hire purchase stock account, hire purchase debtors account, goods sold on hire purchase account and goods repossessed account. ഇത്രയും അക്കൗണ്ട്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ട് വരും. The hire purchase adjustment account is similar to the second part of the hire purchase trading account. Prepare necessary accounts in the books of SSK and company who sold goods at a profit at 25% on cost price. കോസ്റ്റ് പ്രൈസിൻ്റെ 25% പ്രോഫിറ്റിനാണ് അയാൾ സാധനങ്ങൾ വിൽക്കുന്നത്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദി ഫോളോയിങ് ഇൻഫർമേഷൻ ഓക്കെ. സ്റ്റോക്ക് ഇൻ ഷോപ്പ് എന്ന് വെച്ചാൽ നമ്മുടെ ഷോപ്പിലുള്ള ഗുഡ്സ് ആണ്. ഓൺ 1/4/2018 15,000, 31st March 19 12,500. Then goods with customer on hire purchase 1/4/2018 18,000. Purchase for shop stock 32,300. Goods sold on hire purchase during the year 18 to 19 43,500. Installments received 30,000. Overdue payments 1/4/18 1,000, 31/3/19 1,500. ഇത്രയാണ് നമുക്ക് തന്നിരിക്കുന്ന ഡീറ്റെയിൽസ്. നമുക്ക് ഓരോ അക്കൗണ്ടായിട്ട് പ്രിപ്പയർ ചെയ്യാം. ആദ്യം നിങ്ങൾ ടെക്സ്റ്റിനകത്ത് ആദ്യമേ ഹയർ പർച്ചേസ് സ്റ്റോക്ക് അക്കൗണ്ടാണ്, പക്ഷേ ഞാൻ പറയുന്നത് നിങ്ങൾ ആദ്യം രണ്ടാമത്തെ അക്കൗണ്ട്, അതായത് ഹയർ പർച്ചേസ് ഡെറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. അതിനകത്തുനിന്ന് കിട്ടുന്ന വാല്യൂ ആണ് നമ്മൾ ഹയർ പർച്ചേസിലേക്ക് സ്റ്റോക്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ആദ്യം ഹയർ പർച്ചേസ് ഡെറ്റേഴ്സ് അക്കൗണ്ടാണ് പറയാൻ പോകുന്നത്. നോക്കിക്കേ, ഹയർ പർച്ചേസ് ഡെറ്റേഴ്സ് അക്കൗണ്ട്. അവിടെ ടു ബാലൻസ് ബ്രോഡ് ഓൺ, അതായത് ഓപ്പണിംഗ് ബാലൻസ് ആ ഓവർ ഡ്യൂ ഇൻസ്റ്റാൾമെൻ്റ് എന്ന് കണ്ടോ, ഓവർ ഡ്യൂ ഇൻസ്റ്റാൾമെൻറ്റ് അവിടെയാണ് ഡെറ്റേഴ്സിൻ്റെ ഓപ്പണിങ്ങും ഹയർ പർച്ചേസ് ഓഫ് ഡെറ്റേഴ്സിൻ്റെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും ആണ് തന്നേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഓപ്പണിംഗ് വാല്യൂ എത്രയാണ്? 1,000. ക്ലോസിംഗ് വാല്യൂ എത്രയാണ്? 1,500. അപ്പോൾ ഇതാ ഓപ്പണിംഗ് എഴുതുന്നത് എവിടെ? ഡെബിറ്റ് സൈഡിൽ. ടു ബാലൻസ് ബ്രോഡ് ഓൺ 1,000. ക്ലോസിംഗ് എവിടെ എഴുതുന്നത്? ക്രെഡിറ്റ് സൈഡിൽ. ബൈ ബാലൻസ് ക്യാരി ഡൗൺ 1,500. ഓക്കെ ആണോ? ദെൻ ബൈ ബാങ്ക്, അതായത് നമുക്ക് കിട്ടിയ എമൗണ്ട് എത്ര രൂപ നമുക്ക് കിട്ടി ബൈ ബാങ്ക്, അതവിടെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അതായത് ക്വസ്റ്റ്യനകത്ത് പറയുന്നുണ്ട് ഇൻസ്റ്റാൾമെൻറ്റ് റിസീവ്ഡ് എത്ര രൂപയുടെ ഇൻസ്റ്റാൾമെൻറ്റ് റിസീവായി? 30,000. സോ ഹയർ പർച്ചേസ് ഡെറ്റേഴ്സ് അക്കൗണ്ട് ബ്രാക്കറ്റിൽ 1 എന്ന് കൊടുക്കുക. ബൈ ബാങ്ക് അക്കൗണ്ട് 30,000. ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട് എമൗണ്ട് കേട്ടോ, അത്രയേ ഉള്ളൂ. രണ്ട് സൈഡും ടോട്ടൽ ചെയ്യുക. ബാലൻസിങ് ഫിഗർ ആയിട്ട് വരുന്ന എന്തായിട്ട് എടുക്കുക? ഹയർ പർച്ചേസ് സ്റ്റോക്ക് അക്കൗണ്ട്. അത് കണ്ടോ, ബാലൻസിങ് ഫിഗർ എത്ര? 30,500. അതാണ് ഹയർ പർച്ചേസ് സ്റ്റോക്ക് അക്കൗണ്ട് 30,500. ഇനി ആദ്യത്തെ അക്കൗണ്ട് നോക്കിക്കുക, അതായത് ഹയർ പർച്ചേസ് സ്റ്റോക്ക് അക്കൗണ്ട് നോക്കിക്കുക. ഹയർ പർച്ചേസ് സ്റ്റോക്ക് അക്കൗണ്ടിൽ
ഡെബിറ്റ് സൈഡിൽ ടു ബാലൻസ് ബ്രോ ഡൗൺ, അതായത് സ്റ്റോക്കിൻ്റെ ഓപ്പണിംഗ് എമൗണ്ട് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. ഗുഡ്സ് വിത്ത് കസ്റ്റമർ ഓൺ ഹയർ പർച്ചേസ് ഓൺ 1/4/2018 18,000 ആണ്. ഓക്കെ, ദെൻ ടു ഗുഡ്സ് സോൾഡ് ഓൺ ഹയർ പർച്ചേസ്, നമ്മൾ എത്ര രൂപയ്ക്ക് വിറ്റു അതും ക്വസ്റ്റ്യനിലുണ്ട്. ഗുഡ്സ് സോൾഡ് ഓൺ ഹയർ പർച്ചേസ് ഡ്യൂറിങ് ദി ഇയർ 43,500. ദെൻ ക്രെഡിറ്റ് സൈഡിൽ ബൈ ഹയർ പർച്ചേസ് ഡെറ്റേഴ്സ്, അത് നമ്മൾ താഴത്തെ അക്കൗണ്ടിൽ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 30,500, അത് ട്രാൻസ്ഫർ ചെയ്യുന്നു. ബൈ ഹയർ പർച്ചേസ് അക്കൗണ്ട് 30,500, അത്രയേ ഉള്ളൂ. രണ്ട് സൈഡും ടോട്ടൽ ചെയ്യുന്നു. ക്യാരി ഡൗൺ എമൗണ്ട് വരുന്നത് 31,000 ആണ്. ക്യാരി ഡൗൺ ചെയ്യുന്നു, ബ്രോ ഡൗൺ ചെയ്യുന്നു. അത് ഗുഡ്സ് സോൾഡ് ഓൺ ഹയർ പർച്ചേസ് അക്കൗണ്ട്. ഗുഡ്സ് സോൾഡ് ഓൺ ഹയർ പർച്ചേസ് അക്കൗണ്ട്, അവിടെ ഡെബിറ്റ് സൈഡ് ടു ഹയർ പർച്ചേസ് അഡ്ജസ്റ്റ്മെൻറ്റ്, അതായത് നമ്മൾ ഒരു കാൽക്കുലേഷൻ പറയാൻ വിട്ടുപോയതാ, നോക്കിക്കേ, ഇതൊന്ന് നോക്കണേ. അതായത് കോസ്റ്റ് പ്രൈസ് 25% ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ മൂന്നെണ്ണത്തിൻ്റെ കോസ്റ്റ് പെർസെൻറ്റേജ് നമ്മൾ കണ്ടുപിടിക്കണം. ഫസ്റ്റ് വൺ ഓൺ ഗുഡ്സ് സോൾഡ് ഓൺ ഹയർ പർച്ചേസ്. ഗുഡ്സ് സോൾഡ് ഓൺ ഹയർ പർച്ചേസ് എത്രയാണ് ക്വസ്റ്റ്യൻ നോക്കിയിട്ട് പറഞ്ഞേ? 43,500. 25% ആണ് കോസ്റ്റ് പ്രൈസ് വരുന്നത്, അതും പറഞ്ഞിട്ടുണ്ട്. സോ 43,500 ഇൻറ്റു 25/125 എത്ര വരും? 8,700. ദെൻ ഓപ്പണിംഗ് ഹയർ പർച്ചേസ് സ്റ്റോക്ക്. ഓൺ ഓപ്പണിംഗ് ഹയർ പർച്ചേസ് സ്റ്റോക്ക് അത് എത്രയാണ്? ഓപ്പണിംഗ് സ്റ്റോക്ക് എത്രയാണ്? 18,000 ആണ് ഓപ്പണിംഗ് സ്റ്റോക്ക്. സോ 18,000 ഇൻറ്റു 20/25/125 33,600. ദെൻ ഓൺ ക്ലോസിംഗ് ഓഫ് ഹയർ പർച്ചേസ് സ്റ്റോക്ക്, ഹയർ പർച്ചേസിൻ്റെ ക്ലോസിംഗ് എമൗണ്ട് നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതായത് ആദ്യത്തെ അക്കൗണ്ടിൽ നമ്മൾ കണ്ടുപിടിച്ച നമ്മൾ ഡിഫറൻസ് കിട്ടിയ എമൗണ്ട് ഉണ്ടല്ലോ, ബൈ ബാലൻസ് ക്യാരി ഡൗൺ 30,000, ആ എമൗണ്ട് ആണ് ക്ലോസിംഗ് ഹയർ പർച്ചേസ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. 31,000 ഇൻറ്റു 25/125 എമൗണ്ട് 6,200. ഇത്രയും കാൽക്കുലേഷൻ കിട്ടിയല്ലോ. ഇനി നമുക്ക് പോസ്റ്റ് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ രണ്ട് അക്കൗണ്ട്സ് നമ്മൾ കഴിഞ്ഞു. മൂന്നാമത്തെ അക്കൗണ്ട്സ് ആണ്. അതിൽ ടു ഹയർ പർച്ചേസ് അഡ്ജസ്റ്റ്മെൻറ്റ്, ആദ്യത്തെ കോസ്റ്റ് പ്രൈസ് എത്രയായിരുന്നു? ഹയർ പർച്ചേസിൻ്റെ പർച്ചേസ് അഡ്ജസ്റ്റ്മെൻറ്റ് 8,700, അതായത് ഓൺ ഗുഡ്സ് സോൾഡ് ഓൺ ഹയർ പർച്ചേസ് എന്നുള്ളതിൻ്റെ കാൽക്കുലേഷനാണ് 8,700. ദെൻ ടു ഷോപ്പ് സ്റ്റോക്ക് അതിൻ്റെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും നമുക്ക് ഡെബിറ്റ് സൈഡിൽ ടു ഹയർ പർച്ചേസ് അഡ്ജസ്റ്റ്മെൻറ്റ് കോസ്റ്റ് അത് കണ്ടുപിടിച്ച് 8,700. ദെൻ ക്രെഡിറ്റ് സൈഡിൽ ബൈ ഹയർ പർച്ചേസ് സ്റ്റോക്ക് അക്കൗണ്ട്, അതായത് ടോട്ടൽ എത്ര രൂപയുടെ ഇത് നമുക്ക് നടന്നു? ഗുഡ്സ് സോൾഡ് ഓൺ ഹയർ പർച്ചേസ് ഡ്യൂറിങ് ദ ഇയർ 43,500 ക്വസ്റ്റ്യനിൽ അത് തന്നിട്ടുണ്ട്. ദെൻ രണ്ട് സൈഡും ടോട്ടൽ ചെയ്യുന്നു. ഡിഫറൻസ് വരുന്നത് ടു ഷോപ്പ് സ്റ്റോക്കായിട്ട് എടുക്കുക 34,800. ഡെബിറ്റ് സൈഡിൽ ഹയർ പർച്ചേസ് അഡ്ജസ്റ്റ്മെൻറ്റ് കാൽക്കുലേഷനിലൂടെ നമ്മൾ കണ്ടുപിടിച്ച 8,700. ദെൻ ക്രെഡിറ്റ് സൈഡിൽ ആ വർഷത്തെ സെയിൽസ് സോൾഡ് ആയ ഗുഡ്സ് 43,500. ദെൻ ടു ഷോപ്പ് സ്റ്റോക്ക് 34,800. ഇനി ലാസ്റ്റത്തെ ഇത് ഹയർ പർച്ചേസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടാണ്. ഹയർ പർച്ചേസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് അത് ഡെബിറ്റ് സൈഡിൽ ടു സ്റ്റോക്ക് റിസർവ്, അതായത് ലോഡിംഗ് ഓൺ ക്ലോസിംഗ് ഹയർ പർച്ചേസ് സ്റ്റോക്ക്. നമ്മളിപ്പുറത്ത് ലോഡിംഗ് എമൗണ്ട് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അതായത് സ്റ്റോക്കിൻ്റെ ഓൺ ക്ലോസിംഗ് HP സ്റ്റോക്ക്, ഓൺ ക്ലോസിംഗ് ഓഫ് ഹയർ പർച്ചേസ് സ്റ്റോക്ക് എന്നുള്ളതാണ് സ്റ്റോക്ക് റിസർവിൻ്റെത്. അതായത് 31,000 ഇൻറ്റു 25/125 ചെയ്തില്ലേ? 6,200. ഓക്കെ. ദെൻ ക്രെഡിറ്റ് സൈഡിൽ ബൈ സ്റ്റോക്ക് റിസർവ്, അതായത് ഓപ്പണിങ്ങിൻ്റെ അതാണ് ഓപ്പണിങ്ങിൻ്റെ അതും തൊട്ട് അവിടെ തന്നെ ഉണ്ട്. ഓൺ ഓപ്പണിംഗ് ഹയർ പർച്ചേസ് സ്റ്റോക്ക് 18,000 ഇൻറ്റു 25/125 3,600. ഓക്കെ ആണോ? ദെൻ വീണ്ടും ക്രെഡിറ്റ് സൈഡിൽ തന്നെ ബൈ ഗുഡ്സ് സോൾഡ് ഓൺ ഹയർ പർച്ചേസ് അക്കൗണ്ട്, അത് ആദ്യത്തെ ലോഡിംഗ് പ്രൈസ് ആണ് 43,500 ഇൻറ്റു 25/125 8,700. അത്രയേ ഉള്ളൂ. രണ്ട് സൈഡും ടോട്ടൽ ചെയ്യുക. ബാലൻസിങ് ഫിഗർ എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുക? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക്. അതാണ് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 6,100.